Hello students, welcome back to the brand new episode of Neat Up. So ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തെർമോഡൈനാമിക്സ് ഫിസിക്സിൻ്റെ കെമിസ്ട്രിയുടെ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇത് പാർട്ട് 1. ദിസ് ഇസ് എ പാർട്ട് 1 ഓഫ് ദ തെർമോഡൈനാമിക്സ്. സോ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക, നന്നായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നമ്മളതിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, നിങ്ങൾ എന്ത് ചെയ്യാം, ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, സോ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ടോപ്പിക്ക് തെർമോഡൈനാമിക്സ് ആണ്. അപ്പോൾ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫിസിക്കൽ കെമിസ്ട്രിയുടെ ബ്രാഞ്ചാണ്, ബ്രാഞ്ച് ഓഫ് ഫിസിക്കൽ കെമിസ്ട്രി. അത് ഡീൽ ചെയ്യുന്നത് എന്തിന് ബേസ് ചെയ്തിട്ടാണെന്ന് അറിയോ? എനർജി ചേഞ്ച്, എനർജിയിലുണ്ടാവുന്ന ചേഞ്ചാണ് അത് ഡീൽ ചെയ്യുന്നത്. ഏതൊക്കെ തമ്മിലുള്ള എനർജി ചേഞ്ച്? ഒരു സിസ്റ്റവും ഒരു സറൗണ്ടിങ്ങും. ഇപ്പോൾ ഇതൊരു വെസലാണെന്ന് വെച്ചോ, ഈ വെസലാണ് സിസ്റ്റം. ഇതിന് ചുറ്റും കാണുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതാണ് അതിൻ്റെ സറൗണ്ടിങ്. അപ്പോൾ ഈ സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിലുള്ള ഒരു എനർജി ചേഞ്ച്. ഓക്കെ, അപ്പോൾ ഒരു റിയാക്ഷൻ നടക്കുകയാണെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു വാട്ടർ നമ്മൾ ഈ വെസലിൽ വെച്ചിട്ട് ബോയിൽ ചെയ്യുകയാണെന്ന് വിചാരിച്ചു. വാട്ടർ ബോയിൽ ചെയ്യണം. ഇപ്പോൾ ഒരു എനർജി ചേഞ്ച് നടക്കുന്നുണ്ട്. ഈ സിസ്റ്റവും ഈ സറൗണ്ടിങ്ങും തമ്മിൽ ഒരു എനർജി ചേഞ്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുന്ന ഫിസിക്കൽ കെമിസ്ട്രിയുടെ ബ്രാഞ്ചിനെയാണ് നമ്മളെന്ത് പറയുന്നത്? തെർമോഡൈനാമിക്സ്. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്കൽ കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് ദ എനർജി ചേഞ്ച് ഇൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് ഡ്യൂറിങ് എ റിയാക്ഷൻ ഓർ പ്രോസസ്സ്. അപ്പോൾ സിസ്റ്റം എന്ന് പറയുന്നത് ഒബ്സർവബിൾ പാർട്ട് ഓഫ് യൂണിവേഴ്സ്. ഇപ്പോൾ ഇതാണ് ഒരു വെസൽ, അതിനകത്ത് വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളത്തിനെയാണ്, വാട്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിസ്റ്റം എന്നുള്ളത്. അതായത് ഇപ്പോൾ ഇതാണ് ഒരു വെസൽ, ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഇതിൽ വെസൽ, ഇതിനകത്ത് വെള്ളമുണ്ട്. ഓക്കെ, വെള്ളമുണ്ട്. അപ്പോൾ അതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി സറൗണ്ടിങ് എന്ന് പറയുന്നത് പാർട്ട് ഓഫ് യൂണിവേഴ്സ് വിച്ച് ഈസ് എഫക്റ്റഡ് ബൈ ചേഞ്ച് ഇൻ ദ സിസ്റ്റം. ഇത് വെച്ചിട്ടുള്ളത് ഒരു റൂമിലാണെന്ന് വിചാരിച്ചോ. ഈ വെസൽ, വാട്ടർ അടങ്ങിയിട്ടുള്ള ഒരു വെസൽ വെച്ചിട്ടുള്ളത് ഒരു റൂമിലാണ്. അപ്പോൾ ആ ഒരു റൂമാണ് അതിൻ്റെ സറൗണ്ടിങ്. ഓക്കെ, ഈ ഒരു പോർഷൻ ബാലൻസ് ഉള്ള ഈ ഒരു പോർഷനാണ് അതിൻ്റെ സറൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ബൗണ്ടറി ഉണ്ട്. അപ്പോൾ ഈ വാട്ടർ, ഇതിലടങ്ങിയിട്ടുള്ള ഈ വാട്ടറാണ് ഏത്? സിസ്റ്റം. ഇനി ഇത് വെച്ചിട്ടുള്ള വെസലില്ലേ, ദിസ് ഈസ് ദ വെസൽ അല്ലേ, ഇത് വെച്ചിട്ടുള്ള ഈ റെഡ് കളേർഡ് വെസൽ, ഈ വെസലാണ് ബൗണ്ടറി. ഈ ബൗണ്ടറി എന്ന് പറയുമ്പോൾ നമുക്ക് റിയൽ ബൗണ്ടറി ഉണ്ടാവാം, ഇമാജിനറി. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റത്തിനനുസരിച്ചിരിക്കും ബൗണ്ടറി. അപ്പോൾ അതിന് റിയൽ ബൗണ്ടറി ഉണ്ടാവാം, ഇമാജിനറി ബൗണ്ടറി ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ബൗണ്ടറി എന്ന് പറയുന്നത് റിയൽ ആവാം, ഇമാജിനറി ആവാം. അതിനകത്തുള്ള വാട്ടറാണ് സിസ്റ്റം വരുന്നത്. പിന്നെ അതിന് ചുറ്റുമുള്ള ഈ ഒരു പോർഷനെയാണ് നമ്മൾ സറൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി ടോട്ടൽ യൂണിവേഴ്സ്, ഇതൊക്കെ പാടെ കൂട്ടിയിട്ടുള്ള ഈ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിവേഴ്സ്. ഓക്കെ, സിസ്റ്റവും സറൗണ്ടിങ്ങും. അപ്പോൾ ഈ സിസ്റ്റം ഒഴികെയുള്ള ബാക്കിയുള്ള പോർഷനാണ് സറൗണ്ടിങ്. ഓക്കെ, ഈ സറൗണ്ടിങ്, ഈ സിസ്റ്റം, പിന്നെ അതിനകത്തുള്ള വാട്ടർ, ബൗണ്ടറി ഒക്കെ കൂടിയിട്ടുള്ള ഈ പോർഷനെയാണ് നമ്മൾ യൂണിവേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ സിസ്റ്റം എന്താണ്? സറൗണ്ടിങ്. നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന, ഇപ്പോൾ നമ്മളൊരു വെസൽ വെച്ചിട്ടുണ്ട്, നമ്മൾ കിച്ചണിൽ നമ്മൾ വെസൽ വെച്ചിട്ടുണ്ട്. ആ വെസലിൻ്റെ അകത്ത് എന്ത് വെച്ചിട്ടുണ്ട്? വാട്ടർ വെച്ചിട്ടുണ്ട്. ആ വാട്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ആ വെസലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൗണ്ടറി എന്ന് പറയുന്നത്. ഇനി ആ കിച്ചൺ സ്പേസ്, ആ വെസൽ ഒഴികെയുള്ള കിച്ചൺ സ്പേസിനെ നമ്മൾ സറൗണ്ടിങ് എന്ന് പറയുന്നു. ഇപ്പോൾ ആ വെസലും കിച്ചണും ഒക്കെ പാടെ കൂട്ടിയിട്ടുള്ള സ്പേസിന് നമ്മൾ യൂണിവേഴ്സ് എന്ന് പറയുന്നു. ഇനി ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത് എനർജി ആൻഡ് മാറ്റർ എക്സ്ചേഞ്ച് ഒക്കെ. ഓക്കെ, എനർജി, മാറ്ററും സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ എനർജി മാറ്റർ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഓപ്പൺ സിസ്റ്റത്തിന് ഒരു എക്സാമ്പിളാണ് ഈ കപ്പ് ഓഫ് ടീ. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ കപ്പ് ഓഫ് ടീ എന്നുള്ളതൊക്കെ. അതായത് ഇപ്പം നമ്മളൊരു കപ്പ് ഓഫ് ടീ എടുത്ത് വെക്കുകയാണെന്ന് വിചാരിച്ചോ. ഓക്കെ, നമ്മളൊരു ടീൻ്റെ കപ്പ് എടുത്ത് വെക്കുകയാണ്, അതിൽ ടീ ഉണ്ട്, നല്ല ചൂട് ടീ ആണെന്ന് വിചാരിച്ചോ. കുറച്ച് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്തിട്ടുണ്ടാവും? അതിലത്തെ ഹീറ്റ് എനർജി പോയിട്ട് അത് എന്ത് ചെയ്തിട്ടുണ്ടാവും? തണുത്തിട്ടുണ്ടാവും അല്ലേ. പിന്നെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കുറേ വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ആവിയായിട്ട്, ഗ്യാസായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ മാറ്റർ എക്സ്ചേഞ്ചും അവിടെ നടക്കുന്നുണ്ട്. ഇനി ക്ലോസ്ഡ് സിസ്റ്റം, നമ്മളിപ്പോൾ ഒരു ബോട്ടിലിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? വെള്ളം വെക്കുകയാണെന്ന് വിചാരിച്ചോ. അതെന്ത് ചെയ്തിട്ടുണ്ടാവും?
എന്താ തണുത്തിട്ടുണ്ടാവും കുറച്ച് കഴിഞ്ഞ് അല്ലേ. ചൂടുവെള്ളം ഒരു ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ അത് തണുത്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ എനർജി ചേഞ്ച് മാത്രമേ നടക്കുന്നു, അവിടെ ആവിയായിട്ട് നമുക്ക് പുറത്തേക്ക് പോകുന്നില്ല, അവിടെ മാറ്റർ എക്സ്ചേഞ്ച് അവിടെ നടക്കുന്നില്ല. ഓക്കെ, പക്ഷേ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എനർജി എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. ഓക്കെ, എനർജി എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്, അതാണ് ക്ലോസ്ഡ് സിസ്റ്റം. ഇനി ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫ്ലാസ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, തെർമോസ് ഫ്ലാസ്കിൽ വാട്ടർ ചൂടുവെള്ളമാക്കി വെക്കുകയാണെന്ന് വിചാരിച്ചു, ഹോട്ട് വാട്ടർ പ്ലേസ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് ചെയ്യാണ്, അവിടെ ചൂടിനും ഒന്നും സംഭവിക്കുന്നില്ല അല്ലെ, ഹീറ്റ് എനർജി അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും. അവിടെ എനർജിയും മാറ്ററും എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല സറൗണ്ടിങ്ങുമായിട്ട്. അപ്പോൾ അതിനെയാണ് അതിന് എക്സാമ്പിളാണ് തെർമോസ് ഫ്ലാസ്ക് കേട്ടോ. അപ്പോൾ അതാണ് ഐസൊലേറ്റഡ് സിസ്റ്റം. അപ്പോൾ ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് നമ്മൾ 2 ടൈപ്പ് ഓഫ് സിസ്റ്റം ഉണ്ട് കേട്ടോ. കോമ്പോസ് നമ്മൾ അതിലടങ്ങിയിട്ടുള്ള കോമ്പോണൻസിനെ ബേസ് ചെയ്തിട്ട്, സിസ്റ്റത്തിൽ അടങ്ങിയിട്ടുള്ള കോമ്പോണൻസിനെ ബേസ് ചെയ്ത് 2 ടൈപ്പ് ഓഫ് സിസ്റ്റം ഉണ്ട്. ഒന്ന് ഹോമോജീനസ് സിസ്റ്റം, പിന്നെ രണ്ടാമതാണ് ഹെട്രോജീനസ് സിസ്റ്റം. അപ്പോൾ ഹോമോജീനസ് ഹെട്രോജീനസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഹോമോജീനസ് സിസ്റ്റത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ സ്പീഷീസ് ആർ ഇൻ വൺ ഫേസ് ഓർ സ്റ്റേറ്റ്. എല്ലാ സ്പീഷീസും ഒരു ഫേസിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിലാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഹോമോജീനസ് സിസ്റ്റം. അതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ N2 + 3H2 gives 2NH3 ഒരു ഇക്വേഷൻ ആണ്. ഇതിവിടെ നൈട്രജൻ ഗ്യാസ് ഫേസിലാണ്, ഹൈഡ്രജൻ ഗ്യാസ് ഫേസിലാണ്, അമോണിയ ഗ്യാസ് ഫേസിലാണ്. ഓക്കെ, അപ്പോൾ ഈ എല്ലാം ഒരേ ഫേസ് ഒരു സ്റ്റേറ്റിലാണെങ്കിൽ അതിനെയാണ് ഹോമോജീനസ് സിസ്റ്റം. ഇനി ഹെട്രോജീനസ് സിസ്റ്റം എന്ന് പറയുന്നത് ആൾ സ്പീഷീസ് ആർ നോട്ട് ഇൻ ദ സെയിം ഫേസ് ഓർ സ്റ്റേറ്റ്. അതിന് എക്സാമ്പിളാണ് CaCO3, കാൽസ്യം കാർബണേറ്റ് ഗിവ്സ് CaO + CO2. അപ്പോൾ CaCO3 കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് സോളിഡ് ആണ്. ഇനി CaO എന്ന് പറയുന്നത് എന്താണ്, സോളിഡ് ആണ്. ബട്ട് CO2 കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്, ഗ്യാസ് ഫേസിലാണ് അവിടെ ഉള്ളത്. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ദ സിസ്റ്റം, സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ് 2 പ്രോപ്പർട്ടിയാണുള്ളത് സിസ്റ്റത്തിന്, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. എന്താണ് ഈ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്നും എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നോക്കാം. അപ്പോൾ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. അത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മൾ എത്ര ക്വാണ്ടിറ്റി ആണ് ഉള്ളത് അതിനെ ബേസ് ചെയ്തിട്ടല്ല ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി വരുന്നത്. നോൺ അഡിറ്റീവ് ഇൻ നേച്ചർ. അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ക്വാണ്ടിറ്റി. അതിനൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുന്നത്, ഇഫ് ഐ എം ടേക്കിംഗ് വാട്ടർ. ഓക്കെ, ഞാൻ ഒരു വെസലിൽ കുറച്ച് വാട്ടർ എടുത്തു. അപ്പോൾ ആ വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഞാൻ എടുത്ത വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 50 ml ആണ്. ഓക്കെ, 50 ml വാട്ടർ എടുത്തപ്പോൾ അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഞാൻ വേറൊരു വെസലിൽ എന്ത് ചെയ്തു, 200 ml വാട്ടർ എടുത്തു. സെയിം 200 ml വാട്ടർ. അപ്പോഴും അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ത് തന്നെയാണ്, 100 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് അല്ലേ, 100 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് ബോയിലിംഗ് പോയിൻ്റ്. അപ്പോൾ അതാണ് പറയുന്നത് 50 ml എടുത്തപ്പോഴും 200 ml എടുത്തപ്പോഴും അതിൻ്റെ എന്ത് ചെയ്യുന്നില്ല, ആ ഒരു പ്രോപ്പർട്ടി ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്ന ആ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യുന്നില്ല. അതായത് ക്വാണ്ടിറ്റീനെ ഡിപ്പെൻഡ് അല്ല ബോയിലിംഗ് പോയിൻ്റ്. അപ്പോൾ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റീനെ അതെന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നോൺ അഡിറ്റീവ് ഇൻ നേച്ചർ, അഡിറ്റീവ് നേച്ചർ അല്ല. അതായത് ഇപ്പോൾ 50 ml പിന്നെ വീണ്ടും 50 ml കൂടിയപ്പോൾ ബോയിലിംഗ് പോയിൻറ്റ് 200 ഡിഗ്രി സെൽഷ്യസ് ഒന്നും എത്തിയില്ല വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് 100 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ്. അതിന് കുറച്ച് എക്സാമ്പിളാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസിൻ്റെ. വേപ്പർ പ്രഷർ ഉണ്ട്, ടെമ്പറേച്ചർ, സ്പെസിഫിക് ഹീറ്റ്, സർഫസ് ടെൻഷൻ, പിന്നെ വിസ്കോസിറ്റി ഉണ്ട്. ഇപ്പോൾ ഹണിയുടെ വിസ്കോസിറ്റി, ഇപ്പോൾ നമ്മൾ ഹണി എടുക്കുകയാണെന്ന് വിചാരിച്ചു, തേനിൻ്റെ വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എബിലിറ്റി ടു ഫ്ലോ ആണ്. ഓക്കെ, അപ്പം നമ്മൾ തേന് കുറച്ച് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്ലോപ്പ് ഏരിയയിൽ വെച്ചു, സ്ലോപ്പ് സർഫസിൽ നമ്മൾ വെച്ച് കൊടുത്തു. അതായത് ഒരു ചെരിഞ്ഞ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് തേൻ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യും, തേൻ ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും, ഹണി ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ കുറച്ചും കൂടി ക്വാണ്ടിറ്റി ഓഫ് തേന് നമ്മൾ ഒഴിച്ചു കൊടുത്തു എന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഫ്ലോയിങ് സ്പീഡ് കൂടുക കുറയൊന്നും ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ വിസ്കോസിറ്റി അതുപോലെ അത് മെയിൻറ്റെയിൻ ചെയ്ത്, അതിനെയാണ് വിസ്കോസിറ്റി. അതിൻ്റെ എത്ര ഉണ്ട് എബിലിറ്റി ഫ്ലോ ചെയ്യാനുള്ളത് എന്നുള്ളതാണ്. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, പിന്നെ മെൽറ്റിംഗ് പോയിൻറ്റ്. ഇപ്പോൾ ഐസ് മെൽറ്റ് ചെയ്ത് വാട്ടർ ആവുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. കുറച്ച് കൂടുതൽ ഐസ് എടുത്തു എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് മാറില്ല. ബോയിലിംഗ് പോയിൻറ്റ്, മോളാർ വോളിയം എന്ന് പറയുന്നത് വോളിയം ഓഫ് എ സബ്സ്റ്റൻസ് അറ്റ്
വോളിയം ഓഫ് 1 മോൾ ഓഫ് സബ്സ്റ്റൻസ് ആണ്. 1 മോൾ ഓഫ് സബ്സ്റ്റൻസിൻ്റെ വോളിയത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോളാർ വോളിയം എന്ന് പറയുന്നത്. അതെപ്പോഴും 22.4 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ, 22.4 ലിറ്റർ ആണ്, ഡിഗ്രി സെൽഷ്യസ് അല്ല 22.4 ലിറ്റർ ആണ് മോളാർ വോളിയം എപ്പോഴും വരുന്നത്. പിന്നെ കോൺസെൻട്രേഷൻ, പിന്നെ റെസിസ്റ്റിവിറ്റി. ഓക്കെ, റെസിസ്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ എന്താ, റെസിസ്റ്റിവിറ്റി ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ. ഒരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുന്നില്ല, ഇപ്പോൾ നമ്മളൊരു കോപ്പർ വയർ എടുക്കുകയാണെന്ന് വിചാരിച്ചു. കോപ്പറിൻ്റെ ഒരു ട്രയാങ്കിൾ ഫോമിലുള്ള ഒരു വയർ എടുക്കുകയാണ്, പിന്നെ ഞാനൊരു സർക്കിളിൻ്റെ ഫോമിലുള്ള വയർ എടുത്തു എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് സെയിം ആണ്. അത് മെറ്റീരിയൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ബട്ട് ഇവിടെ ഞാൻ ഒരു റെക്റ്റാങ്കിൾ എടുത്തു, ഇനി വേറൊരു റെക്റ്റാങ്കിൾ, കുറച്ചും കൂടി ലാർജ് റെക്റ്റാങ്കിൾ എടുത്തു. രണ്ടിൻ്റെയും റെസിസ്റ്റിവിറ്റി സെയിം ആണ്, പക്ഷേ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ മെറ്റീരിയലിൻ്റെ ലെങ്ത്തിനെയും ഏരിയനെയും ഡിപ്പെൻഡ് ചെയ്യും. ഈ റെക്റ്റാങ്കിളിൻ്റെ റെസിസ്റ്റൻസ് വേറെ ആയിരിക്കും, ഈ ലാർജ് റെക്റ്റാങ്കിളിൻ്റെ റെസിസ്റ്റൻസ് വേറെ ആയിരിക്കും. ബട്ട് റെസിസ്റ്റിവിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ലെങ്ത് ആൻഡ് ഏരിയ. അത് നമ്മൾ ഫിസിക്സിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ക്വാണ്ടിറ്റി എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി, നോൺ അഡിറ്റീവ് നേച്ചറാണ്. ഇനി എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അത് എത്ര മാറ്റർ ഉണ്ട്, അതിലെത്ര ക്വാണ്ടിറ്റി അടങ്ങിയിട്ടുണ്ട് അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് അഡിറ്റീവ് നേച്ചറാണ്. അതായത് ഇൻറ്റേർണൽ എനർജി, ഇപ്പോൾ ഞാനൊരു സബ്സ്റ്റൻസ് എടുക്കുകയാണ്, ആ സബ്സ്റ്റൻസിൻ്റെ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുമ്പോൾ എല്ലാ എനർജിയും കൂടിയതാണ്. പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, അതിൻ്റെ വൈബ്രേഷൻ എനർജി എല്ലാം കൂടിയിട്ടുള്ളതാണ് ഇൻറ്റേർണൽ എനർജി. അപ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ എനർജി ഒന്നാണ്. പിന്നെ വേറൊരു സബ്സ്റ്റൻസും കൂടി എടുക്കുകയാണ്, അതിൻ്റെ ഇൻറ്റേർണൽ എനർജി വരുന്നത്. അതും കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ഇൻറ്റേർണൽ എനർജി നമുക്ക് ഫസ്റ്റ് ഇൻറ്റേർണൽ എനർജി, സെക്കൻഡിൻ്റെ ഇൻറ്റേർണൽ എനർജി കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളതായിരിക്കും. പിന്നെ ടോട്ടൽ മോൾസ്, ഫസ്റ്റ് ഒരു 2 മോൾ ഞാൻ എടുക്കുകയാണ്, സെക്കൻഡ് ഒരു 3 മോൾ എടുക്കുകയാണ്, 3 മോള് പാർട്ടിക്കിൾ എടുക്കുകയാണ്. അപ്പോൾ ടോട്ടൽ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ 5 മോളായിരിക്കും. ഓക്കെ, പിന്നെ എൻതാൽപ്പി, എൻട്രോപ്പി, ഗിബ്സ് എനർജി, പിന്നെ ലെങ്ത്ത്. ഞാൻ ഒരു 2 മീറ്റർ ലെങ്ത്തുള്ളൊരു റോഡ് എടുത്തു, പിന്നെ ഒരു 3 മീറ്റർ ലെങ്ത്തുള്ളൊരു റോഡ് എടുത്തു. അതും കൂടി ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ടോട്ടൽ 5 മീറ്റർ ലെങ്ത്ത് കിട്ടും. പിന്നെ മാസ്, വർക്ക് ഡൺ, ഏരിയ, ഫോഴ്സ്, റെസിസ്റ്റൻസ് ഒക്കെ. ഓക്കെ, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയിൽ മെയിനായിട്ട് എനർജി ഫോംസ് ഒക്കെ, അതായത് ഇൻറ്റേർണൽ എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി എന്ന് പറയുന്നത് ഇതാണ്, ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ് ആണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. അത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി തന്നെയാണ്. പിന്നെ ഗിബ്സ് എനർജി ഫോംസ് ഒക്കെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയിലാണ് മെയിനായിട്ട് വരുന്നത് എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, പിന്നെ നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, 2 എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൾവേസ് ഒരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ആയിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, നമുക്കറിയാം മാസ് ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. വോളിയം എന്ന് പറയുമ്പോൾ അതൊരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ് അല്ലേ. മാസ് ബൈ വോളിയം എന്ന് പറയുന്നത് ഡെൻസിറ്റിയാണ്. മാസ് ബൈ വോളിയം ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി, റൈറ്റ്? മാസ് ബൈ വോളിയം ഡെൻസിറ്റിയാണ്. അപ്പോൾ മാസ് എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് ആണ്, വോളിയം എക്സ്റ്റെൻസീവ് ആണ്. അപ്പോൾ എക്സ്റ്റെൻസീവ് ഡിവൈഡഡ് ബൈ എക്സ്റ്റെൻസീവ് ഈക്വൽ ടു ഇൻറ്റൻസീവ്, അതായത് ഡെൻസിറ്റി ഒരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ വാട്ടറിനൊരു പെർട്ടിക്കുലർ ഡെൻസിറ്റി ഉണ്ട്, പിന്നെ ഓയിലിന് പെർട്ടിക്കുലർ ഡെൻസിറ്റി ഉണ്ട്. അപ്പോൾ വാട്ടർ ഞാൻ 100 മില്ലി ലിറ്റർ എടുത്തു കഴിഞ്ഞാലും 200 മില്ലി ലിറ്റർ എടുത്തു കഴിഞ്ഞാലും ഒക്കെ അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഡെൻസിറ്റിയാണ് അതിനുള്ളത്. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി എന്ന് പറയുന്നത് അതൊരു ഏതാണ് സബ്സ്റ്റൻസ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്, അതിൻ്റെ ക്വാണ്ടിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഒരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ എക്സ്റ്റെൻസീവ് ഡിവൈഡ് ബൈ എക്സ്റ്റെൻസീവ് ഓൾവേസ് എന്തായിരിക്കും, ഇൻറ്റൻസീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളൂ. 2 പ്രോപ്പർട്ടി, എക്സ്റ്റെൻസീവും ഇൻറ്റൻസീവും. എക്സ്റ്റെൻസീവ് എന്ന് പറയുമ്പോൾ അത് ക്വാണ്ടിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇൻറ്റൻസീവ് എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ക്വാണ്ടിറ്റിയാണ്. പിന്നെ നമ്മൾ സിസ്റ്റം എന്താണ്, സറൗണ്ടിങ് എന്താണെന്ന് പഠിച്ചു, ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് പഠിച്ചു, പിന്നെ ഹോമോജീനിയസ്, ഹെട്രോജീനിയസ്, പിന്നെ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയും എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്താണെന്നുള്ളത് പഠിച്ചു. ഓക്കെ, ഇതിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസ് പിന്നെ ചെയ്യാം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് തെർമോഡൈനാമിക് വാരിയബിൾസ് എന്ന് പറയുന്നത്
the quantity like pressure, volume, temperature which helps us to study behavior of thermodynamic system. അപ്പോൾ നമുക്കൊരു ഇപ്പോൾ നമ്മളൊരു വാട്ടർ എടുക്കുക, ഒരു സബ്സ്റ്റൻസ് എടുക്കുകയാണ്. അപ്പോൾ ആ സബ്സ്റ്റൻസിൻ്റെ നമ്മൾ പ്രഷർ, വോളിയം, ടെമ്പറേച്ചറൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ആ ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിൻ്റെ സ്റ്റഡി നമ്മൾ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ അതിന് പറയുന്നത്. ഇനി തെർമോഡൈനാമിക് വാരിയബിൾ ഓർ ഫങ്ഷൻസ് 2 ടൈപ്പാണ്, സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും. അപ്പോൾ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഒരു സിസ്റ്റത്തിൻ്റെ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അത് എന്ത് ചെയ്യുന്നില്ല, ഏത് പാത്താണത് ഫോളോ ചെയ്തത്, അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് പാത്താണത് ഫോളോ ചെയ്തതെന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളിത് എ പോയിൻറ്റ്, ഇത് ബി പോയിൻറ്റ്, ഇതിന്ന് എന്ന് ബിയിലേക്ക് ഫസ്റ്റ് പാത്ത് ഇങ്ങനെ ഫോളോ ചെയ്യാം, പിന്നെ ഒരു പാത്ത് ലൈക്ക് ദിസ്, ഇത് ഈ വഴി ഫോളോ ചെയ്യാം, ആൻഡ് ദെൻ വി ആർ ഫോളോയിങ് എ പാത്ത് ലൈക്ക് ദിസ്. ഓക്കെ, ഇങ്ങനെ ഒരു പാത്ത് ഫോളോ ചെയ്യാം. അപ്പോൾ ഇവിടെ എത്തിയാലും ആ ക്വാണ്ടിറ്റി, ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ അതിൻ്റെ ഇൻറ്റേർണൽ എനർജി ഒക്കെ ഇതിനൊരു എക്സാമ്പിളാണ്. സ്റ്റേറ്റ് ഫംഗ്ഷൻ ഇൻറ്റേർണൽ എനർജി എക്സാമ്പിളാണ്. അപ്പോൾ എയിലുള്ള ഇൻറ്റേർണൽ എനർജി എന്ന് പറയുമ്പോൾ 10 ജൂളാണെന്ന് വിചാരിച്ചോ. ഓക്കെ, ബിയിലുള്ള ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് 20 ജൂളാണെന്ന് വിചാരിച്ചു, ബിയിലുള്ള ഇൻറ്റേർണൽ എനർജി. അത് ഞാൻ ഈ പാത്ത് ഫോളോ ചെയ്ത് പോയാലും ഈ പാത്ത് ഫോളോ ചെയ്ത് പോയാലും ഈ തേർഡ് പാത്ത് ഫോളോ ചെയ്ത് പോയാലും എൻ്റെയും ബിൻ്റെയും ഇൻറ്റേർണൽ എനർജി ഡിഫറൻസ്, ഇപ്പോൾ നമ്മൾ എന്ന് ബിയിലേക്ക് എത്തുമ്പോൾ ഇൻറ്റേർണൽ എനർജി ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 20 - 10 = 10 ജൂൾ. അപ്പോൾ ആ ഇൻറ്റേർണൽ എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് ഏത് പാത്ത് ഫോളോ ചെയ്താലും നമുക്ക് സെയിം ആണ് കിട്ടുന്നത്. അപ്പോൾ അതാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതൊരു പാത്ത് ഫോളോ ചെയ്താലും നമുക്ക് എന്താണ് ആ ഒരു പ്രോപ്പർട്ടീസ് ഇതായിട്ട് പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നില്ല, ഏത് പാത്ത് ഫോളോ ചെയ്തു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പക്ഷേ അതെന്തിനു മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇൻറ്റേർണൽ എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി, ടെമ്പറേച്ചർ, വോളിയം, പ്രഷർ ഒക്കെ സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഇനി പാത്ത് ഫംഗ്ഷൻ ഉണ്ട്. പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പാത്ത് ഫോളോഡ്, ഏത് പാത്താണ് അത് ഫോളോ ചെയ്തത് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് പാത്തിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ആണ് കിട്ടുന്നത്. അതായത് ഇപ്പോൾ എന്ന് ബിയിലേക്ക് എത്താൻ ഡിഫറെൻറ്റ് പാത്ത് നമ്മൾ ഫോളോ ചെയ്തെന്ന് വിചാരിച്ചു, അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ചേഞ്ച് ആയിരിക്കും അവിടെ കിട്ടും. ഇപ്പോൾ നമുക്ക് വർക്ക് ഡൺ നോക്കുകയാണ്, നമുക്ക് ഇങ്ങനെ 2 പോയിൻ്റ് ഉണ്ട്, എന്ന് ബിയിലേക്ക്. നമ്മൾ ഈ പാത്തിലൂടെ ഫോളോ ചെയ്തപ്പോൾ നമുക്ക് 100 ജൂളാണ് കിട്ടിയത്. ഇനി ഈ പാത്ത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 300 ജൂളാണ് കിട്ടുക. ഇനി വേറൊരു പാത്ത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 500 ജൂൾ. അപ്പോൾ ഡിഫറെൻറ്റ് വാല്യൂസാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഒരു പാത്ത് ഏതാണ് ഫോളോ ചെയ്തത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിന് 2 എക്സാമ്പിളെ നമുക്ക് പാത്ത് ഫംഗ്ഷന് പഠിക്കാനുള്ളൂ. ദാറ്റ് ഈസ് ഹീറ്റും വർക്കും. ഹീറ്റ് ആൻഡ് വർക്ക് ഈസ് ദ എക്സാമ്പിൾ ഫോർ പാത്ത് ഫംഗ്ഷൻ. ബാക്കിയുള്ളത് ഫുള്ള് നമുക്ക് സ്റ്റേറ്റ് ഫംഗ്ഷൻ്റെ എക്സാമ്പിൾസ് ആയിട്ടാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ പാത്ത് ഫംഗ്ഷൻ ഡിപ്പെൻഡ് upon the path. അപ്പോൾ ഡിഫറെൻറ്റ് പാത്തിൽ ഡിഫറെൻറ്റ് റിസൾട്ട് ആയിരിക്കും. ആൻ എക്സാമ്പിളാണ് ഹീറ്റും വർക്കും. ഇനി ഹീറ്റ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് എനർജി ദാറ്റ് ഫ്ലോസ് ഫ്രം ഹയർ ടെമ്പറേച്ചർ ടു ലോ ടെമ്പറേച്ചർ. അപ്പോൾ അതൊരു പാത്ത് ഫംഗ്ഷനാണ് ഹീറ്റ്. അപ്പോൾ പാത്ത് ഫംഗ്ഷൻ്റെ 2 എക്സാമ്പിൾ ഹീറ്റും വർക്കും മാത്രമാണ്. അപ്പോൾ ഒരു ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ലോവർ ടെമ്പറേച്ചറിലേക്ക് എത്ര ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റാണ് ഫ്ലോ ചെയ്തത്. ഇപ്പോൾ ഒരു ടെമ്പറേച്ചർ T1 വേറൊന്നിൻ്റെ ടെമ്പറേച്ചർ T2 ആണെന്ന് വിചാരിച്ചു, അതിലേക്ക് ഫ്ലോ ചെയ്യുക. അപ്പോൾ കുറച്ച് ടെമ്പറേച്ചർ ഫ്ലോ ചെയ്യും അല്ലേ. അപ്പോൾ എത്ര ഹീറ്റ് എനർജിയാണ് ഫ്ലോ ചെയ്തത് എന്നുള്ളതാണ് ഹീറ്റ്. ഇനി ലാറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുന്നത് സെൻസിബിൾ ഹീറ്റും ഉണ്ട്. ലാറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുന്നത് ഹീറ്റ് റിക്വയർഡ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓർ ദ ഫേസ് ഓഫ് ദ സിസ്റ്റം അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അതായത് ഇപ്പോൾ കുറച്ച് ഐസ് നമ്മളടുത്തുണ്ട്. ഓക്കെ, ഐസ് ഉണ്ട് നമ്മളടുത്ത്. ഈ ഐസിനെ നമുക്ക് എന്താക്കണം, വാട്ടറാക്കിയിട്ട് മാറ്റണം. ഈ ഐസിനെ നമുക്ക് എന്താക്കിയിട്ട് മാറ്റണം, വാട്ടറാക്കിയിട്ട് മാറ്റണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, കുറച്ച് എനർജി കൊടുക്കുകയാണ്, ഹീറ്റ് എനർജി കൊടുത്തു കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് വെക്കുകയാണ്. ടെമ്പറേച്ചറും പ്രഷറും എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. അതായത് മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് ഐസ് എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഞാൻ 0 ഡിഗ്രി സെൽഷ്യസ് ആക്കിയിട്ട് വെക്കുകയാണ്. ഇപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് എന്നൊരു 1 ഡിഗ്രി സെൽഷ്യസ് ആയി കഴിഞ്ഞാൽ ഈ വാട്ടർ എന്ത് ചെയ്യാൻ തുടങ്ങും, ഹീറ്റ് ചെയ്യാൻ തുടങ്ങും. 0 ഡിഗ്രി സെൽഷ്യസ് എന്നൊരു 2 ഡിഗ്രി സെൽഷ്യസ് ആയിക്കഴിഞ്ഞാലും വാട്ടർ ഹീറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഞാൻ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് 0 ഡിഗ്രി സെൽഷ്യസ് ആക്കിയിട്ട് വെക്കുകയാണ്. എനർജി കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ ഐസ് എന്തായിട്ട് മാറുമെന്നറിയോ, വാട്ടറായിട്ട് മാറും. അപ്പോൾ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ
കുറച്ച് എനർജി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഐസ് വാട്ടറായിട്ട് മാറും. അപ്പോൾ ആ ഒരു ഹീറ്റിനെയാണ്, അപ്പോൾ ഫേസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ആ ഒരു ഹീറ്റിനെയാണ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാറ്റൻറ്റ് ഹീറ്റ്. ഓക്കെ, ലാറ്റൻറ്റ് ഹീറ്റ് എന്ന് വിളിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഐസിനെ വാട്ടറാക്കിയിട്ട് മാറ്റിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു വാട്ടറിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, വാട്ടറിൻ്റെ ഇനീഷ്യൽ ടെമ്പറേച്ചർ ഇപ്പോൾ സപ്പോസ് ഇതാണ് വാട്ടറിൻ്റെ ഇനീഷ്യൽ ടെമ്പറേച്ചർ ഒരു 40 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിച്ചോ. ഈ വാട്ടറിനെ എനിക്ക് ചൂടാക്കിയിട്ട് ഒരു 70 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിക്കണം. 70 ഡിഗ്രി സെൽഷ്യസിലേക്ക് എനിക്ക് ചൂടാക്കിയിട്ട് എത്തിക്കണം. പക്ഷേ ഇതെന്ത് ചെയ്യാൻ പറ്റില്ല, ഫേസ് ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇവിടെ വാട്ടർ തന്നെ. അപ്പോൾ 40 ഡിഗ്രി സെൽഷ്യസിലും 70 ഡിഗ്രി സെൽഷ്യസിലും വാട്ടറായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഇതിന് നമ്മൾ കുറച്ച് ഹീറ്റ് എനർജി കൊടുക്കും. ഇവിടെ എന്താണ്, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് അല്ലല്ലോ, ടെമ്പറേച്ചർ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഹീറ്റ് എനർജി റിക്വയർഡ് ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ് സ്റ്റേറ്റ്. ഇതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല, അല്ലേ? ഇതിൻ്റെ സ്റ്റേറ്റ് വാട്ടറായിട്ട് തന്നെ നിലനിൽക്കുകയാണ്, സ്റ്റേറ്റ് ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻസിബിൾ ഹീറ്റ്. ഓക്കെ, സെൻസിബിൾ ഹീറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇതിനെ ഹീറ്റ് ചെയ്തു എന്ന് വിചാരിച്ചോ. സപ്പോസ് എൻ്റെ കയ്യിലൊരു ഐസ് ക്യൂബ് ഉണ്ട്. ഈ ഐസ് ക്യൂബ് -2 ഡിഗ്രി സെൽഷ്യസിലാണ്. ഈ ഐസിനെ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, ഇതിനെ ഐസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്, ഇതിനെ എനിക്ക് എന്താക്കിയിട്ട് മാറ്റണം എന്ന് വെച്ചാൽ സ്റ്റീം, ഈ ഐസിനെ എനിക്ക് സ്റ്റീം അറ്റ് 106 ഡിഗ്രി സെൽഷ്യസ് ആക്കിയിട്ട് മാറ്റണം, സ്റ്റീം. അപ്പോൾ 106 ഡിഗ്രി സെൽഷ്യസിൽ സ്റ്റീം ആയിരിക്കും, അല്ലേ? 100 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്റ്റീമായിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ -2 ഡിഗ്രി സെൽഷ്യസിൽ ഐസാണ്. അപ്പോൾ ഞാൻ അതിനെ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസാക്കിയിട്ട് മാറ്റി. ഇവിടെ എന്താണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്, ടെമ്പറേച്ചറാണ് ചേഞ്ച് ചെയ്തത്. -2 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 0 ഡിഗ്രി സെൽഷ്യസ്, ടെമ്പറേച്ചർ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യേണ്ട ഹീറ്റ് എന്ന് പറയുന്നത് സെൻസിബിൾ ഹീറ്റാണ്, QS, സെൻസിബിൾ ഹീറ്റ് കൊടുത്തു. ഈ സെൻസിബിൾ ഹീറ്റ് കൊടുത്തിട്ട് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസാക്കിയിട്ട് മാറ്റി. ഇനി എനിക്കെന്താ നെക്സ്റ്റ് പരിപാടി, ഈ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസിനെ വാട്ടർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആക്കിയിട്ട് മാറ്റണം. വാട്ടർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. അവിടെ ഞാൻ കൊടുക്കുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ലാറ്റൻറ്റ് ഹീറ്റാണ്. ഇവിടെ ടെമ്പറേച്ചർ എന്താണ്, രണ്ടും 0 ഡിഗ്രി സെൽഷ്യസ്, വാട്ടറും 0 ഡിഗ്രി സെൽഷ്യസ്. പക്ഷേ ഇവിടെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഐസ് എന്താകുന്നുണ്ട്, വാട്ടറായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ലാറ്റൻറ്റ് ഹീറ്റാണ്. അത് കഴിഞ്ഞിട്ട് 0 ഡിഗ്രി സെൽഷ്യസുള്ള വാട്ടറിനെ എനിക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ നമുക്ക് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ കിട്ടി. 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിനെ എനിക്ക് 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറാക്കിയിട്ട് മാറ്റണം, 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാണ്. 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാണ്. സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല, വാട്ടർ തന്നെയാണ് രണ്ടിന് സ്റ്റേറ്റ്. അപ്പോൾ QS, സെൻസിബിൾ ഹീറ്റാണ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ 100 ഡിഗ്രി സെൽഷ്യസുള്ള വാട്ടറിനെ സ്റ്റീം ആക്കിയിട്ട് മാറ്റണം, സ്റ്റീം അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ ഇവിടെ എന്താണ്, 100, രണ്ടും കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നിട്ട് എന്ത് ചെയ്യാം, സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യണം. സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ഞാൻ അവിടെ യൂസ് ചെയ്യേണ്ടത് ലാറ്റൻറ്റ് ഹീറ്റ്. അടുത്തത് 100 ഡിഗ്രി സെൽഷ്യസുള്ള സ്റ്റീമിനെ സ്റ്റീം അറ്റ് 106 ഡിഗ്രി സെൽഷ്യസ് ആക്കിയിട്ട് മാറ്റണം. അപ്പം ഞാൻ അവിടെ യൂസ് ചെയ്യേണ്ടത് സ്റ്റേറ്റിന് ചേഞ്ച് ഇല്ല, പക്ഷെ എന്താണ്, സെൻസിബിൾ ഹീറ്റാണ്, ടെമ്പറേച്ചറിന് ചേഞ്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചറിന് ചേഞ്ച് ഉണ്ടെങ്കിൽ അവിടെ സെൻസിബിൾ ഹീറ്റ് എന്നും, നമ്മൾ ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ല, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറാണ്, പക്ഷേ സ്റ്റേറ്റ് ആണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താണ്, ലാറ്റൻറ്റ് ഹീറ്റുമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ലാറ്റൻറ്റ് ഹീറ്റും ഇതും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മെത്തേഡാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ സോളിഡിനെ നമ്മൾ എന്ത് ചെയ്തു, ഫ്യൂഷൻ സംഭവിച്ചിട്ട് ലിക്വിഡിനെ വേപ്പറൈസേഷൻ സംഭവിച്ചിട്ട് ഗ്യാസ്, സോളിഡിനെ ഫ്യൂഷൻ സംഭവിച്ചിട്ട് ലിക്വിഡ് ആക്കിയിട്ട് മാറ്റുന്നത് മെൽറ്റിംഗ് പോയിന്റിലാണ്. ഇനി ലിക്വിഡിനെ വേപ്പറൈസേഷൻ ചെയ്ത് ഗ്യാസ് ആക്കിയിട്ട് മാറ്റുന്നത് ബോയിലിംഗ് പോയിന്റിലാണ്. അപ്പോൾ മെൽറ്റിംഗ് പോയിന്റിൽ നമ്മൾ ലാറ്റൻറ്റ് ഹീറ്റാണ് ഇത്, Q ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദ സോളിഡ്, എത്ര മാസാണോ എടുത്തത്, ഇൻറ്റു ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് ദ ഫ്യൂഷൻ. ഓക്കെ, ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഇവിടെ നമ്മൾ വേപ്പറൈസേഷൻ ചെയ്യുമ്പോൾ അവിടെ ലാറ്റൻറ്റ് ഹീറ്റ് നമ്മൾ കാണുന്നത് Q ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ഓക്കെ, ലാറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാനുള്ളത്. അപ്പോൾ ലാറ്റൻറ്റ് ഹീറ്റ് നമുക്ക് എപ്പോഴെങ്കിലും കാണണമെങ്കിൽ നമുക്ക് അവിടെ മാസ് എത്രയാണെന്ന് തന്നിട്ടുണ്ടാവും, പിന്നെ ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനും ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷനും ചിലപ്പോൾ തന്നിട്ടുണ്ടാവും, ചിലപ്പോൾ അത് നമ്മൾ ബൈ ഹാർട്ടായിട്ട് പഠിക്കുന്നത് ഫിസിക്സ് ടോപ്പിക്കാണ്. ഓക്കെ,
അപ്പോൾ ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആൻഡ് ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്താൽ മതി. ഇനി ലിക്വിഡിനെ ഗ്യാസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. അപ്പോൾ എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു. സ്റ്റേറ്റ് ആണ് ചേഞ്ച് ചെയ്യുന്നത്, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ള കേസിലാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത്. ഇനി Q ഈസ് ഈക്വൽ ടു MLF. ഇനി എമ്മിൻ്റെ ഗ്രാം, അപ്പോൾ LFൻ്റെ ജൂൾ പെർ ഗ്രാം. ഇനി MLF കിലോഗ്രാം ജൂൾ പെർ ഗ്രാം. ഇനി നമ്പർ ഓഫ് മോൾസിൽ തരാം. ഇനിയിപ്പോൾ മാസ് തന്നെ തരണമെന്നില്ല. സോളിഡ് നമ്മൾ ഇത്ര 3 മോൾ എടുത്തു, 4 മോൾ എടുത്തു. അപ്പോൾ ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ്റെ ജൂൾ പെർ മോളായിട്ട് മാറും. ഓക്കെ, ഇനി നെക്സ്റ്റ് സെൻസിബിൾ ഹീറ്റ്. സെൻസിബിൾ ഹീറ്റിൻ്റെ നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സെൻസിബിൾ ഹീറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്ന സമയത്താണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഫസ്റ്റ് വൺ ഹീറ്റ് കപ്പാസിറ്റിയാണ്. നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമുക്ക് 1 ഡിഗ്രി സെൽഷ്യസ് ഓർ 1 കെൽവിൻ നമ്മൾ എത്ര മാസം എടുത്തോട്ടെ, ഇപ്പോൾ നമ്മൾ 100 കിലോഗ്രാം എടുത്തോട്ടെ, 1000 കിലോഗ്രാം എടുത്തോട്ടെ, എത്ര മാസം വേണമെങ്കിൽ എടുത്തോട്ടെ, പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യണം. ഓക്കെ, ടെമ്പറേച്ചർ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. അത്രേ ഉള്ളൂ നമ്മുടെ ആവശ്യം. ഇപ്പോൾ 40 ഡിഗ്രി സെൽഷ്യസ് 70 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആക്കണം, പക്ഷേ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ പാടില്ല അല്ലേ. ആ ടൈമിൽ എത്ര മാസം എടുക്കാൻ പറ്റും, ആ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുകയാണ് Q ഈസ് ഈക്വൽ ടു C ഡെൽറ്റ T. C എന്ന് പറയുന്ന ഹീറ്റ് കപ്പാസിറ്റിയാണ്, അതിൻ്റെ യൂണിറ്റും കൊടുത്തിട്ടുണ്ട് ജൂൾ പെർ കെൽവിന്. അപ്പോൾ Q ഈസ് ഈക്വൽ ടു എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് ഈക്വൽ ടു C ഇൻറ്റു ഡെൽറ്റ T. ഡെൽറ്റ T എന്ന് പറയുന്ന ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഇത് 40 ഡിഗ്രി സെൽഷ്യസിന് 70 ഡിഗ്രി സെൽഷ്യസിലേക്കാണെങ്കിൽ 30 ഡിഗ്രിയാണ് അവിടെ, 30 ആണ് അവിടെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. C എന്ന് പറയുന്നത് ഓരോ ഇതിന് C എന്ന് പറയുന്ന ഹീറ്റ് കപ്പാസിറ്റി തന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ മാസം ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് നമുക്ക് 1 ഡിഗ്രി സെൽഷ്യസ് ഓർ 1 കെൽവിൻ നമുക്ക് ഇതാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഹീറ്റ് കപ്പാസിറ്റി. C എന്ന് പറയുന്നതാണ് കേട്ടോ 1 ഡിഗ്രി അല്ലെങ്കിൽ 1 കെൽവിൻ. C ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഇക്വേഷനാണ് C ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ ഡെൽറ്റ T. 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 കെൽവിൻ ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഹീറ്റ് വേണം എന്നുള്ളതാണ് C എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് S എന്നുള്ളതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 കെൽവിൻ തന്നെയാണ് നമുക്ക് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യേണ്ടത്. നമുക്ക് ഒരു 31 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 32 ഡിഗ്രി സെൽഷ്യസ് ആക്കിയിട്ട് മാറ്റണം. ഓക്കെ, അപ്പോൾ എത്രയാണ് എമൗണ്ട് എടുക്കുന്നതും കൂടി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മാസം ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. 1 കിലോഗ്രാം അല്ലെങ്കിൽ 1 ഗ്രാം സബ്സ്റ്റൻസിൻ്റെ, അതായത് യൂണിറ്റ് മാസ് സബ്സ്റ്റൻസിനെ 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 കെൽവിൻ ടെമ്പറേച്ചർ മാറ്റാൻ വേണ്ടിയിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി എത്ര ഹീറ്റാണോ റിക്വയർഡ് ആയിട്ടുള്ളത് അതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ S ഈസ് ഈക്വൽ ടു Q ഈസ് ഈക്വൽ ടു MS ഡെൽറ്റ T എന്നുള്ളതാണ്. S ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ M ഡെൽറ്റ T എന്നുള്ളതാണ് കിട്ടുക. അപ്പോൾ ഓരോ സബ്സ്റ്റൻസിനും ഓരോ സ്പെസിഫിക് ഹീറ്റ് ആയിരിക്കും. വാട്ടറിന് 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിനൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ സബ്സ്റ്റൻസിനും ഓരോന്നായിരിക്കും. പിന്നെ നമുക്ക് വാട്ടർ ഹാസ് ദ ഹയസ്റ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, അതും കൂടി നമ്മൾ ആലോചിക്കണം. ഓക്കെ, ഇനി മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 1 മോൾ സബ്സ്റ്റൻസിന് 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 1 കെൽവിൻ ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഹീറ്റാണോ ആവശ്യം അതാണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അത് നമ്മൾ സ്മോൾ ലെറ്റർ C കൊണ്ട് ഡിനോട്ട് ചെയ്യുക. Q ഡിവൈഡഡ് ബൈ N ഡെൽറ്റ T എന്നുള്ളതാണ് വരുന്നത്. C ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ N ഡെൽറ്റ T എന്നുള്ളതാണ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് കാൽക്കുലേറ്റ് നമ്പർ ഓഫ് കിലോ ജൂൾ ഓഫ് ഹീറ്റ് നെസസറി ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 60 ഗ്രാം. അപ്പോൾ നമുക്കിവിടെ മാസ് തന്നിട്ടുണ്ട്, എത്രയാണ് 60 ഗ്രാം എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ, ഓഫ് അലുമിനിയം ഫ്രം 35 ഡിഗ്രി സെൽഷ്യസ് ടു 55 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ ചേഞ്ച് ഡെൽറ്റ T ഈസ് ഈക്വൽ ടു 55 മൈനസ് 35 എന്ന് പറയുമ്പോൾ 20 അല്ലേ, 20 ആണ്. ഇനി മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് അലുമിനിയം ഈസ് 24 ജൂൾ മോൾ റേസ് ടു -1 കെൽവിൻ റേസ് ടു -1. അപ്പോൾ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ് C ആണ് നമുക്ക് തന്നിട്ടുള്ളത്. C ഈസ് ഈക്വൽ ടു നമുക്ക് 24 എന്നുള്ളതാണ് ജൂൾ മോൾ റേസ് ടു -1 കെൽവിൻ റേസ് ടു -1 എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ Q ആണ് കാണേണ്ടത്. അപ്പോൾ Q ഈസ് ഈക്വൽ ടു മോളാറാണ് തന്നിട്ടുള്ളത്, പക്ഷേ ഇവിടെ നമുക്ക് മാസാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് N നമുക്ക് കണ്ടുപിടിക്കണം. ഇക്വേഷൻ എന്താണ്? Q ഈസ് ഈക്വൽ ടു NC ഡെൽറ്റ T എന്നുള്ളതാണ് ഇക്വേഷൻ അല്ലേ. അപ്പോൾ നമുക്കിവിടെ N തന്നിട്ടില്ല, N ഇവിടെ തന്നിട്ടില്ല, പക്ഷേ മാസാണ് തന്നിട്ടുള്ളത്. പിന്നെ നമ്മളോട് അലുമിനിയം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം
നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ദറ്റ് ഈസ് 60 gram ആണ് ഗിവൺ മാസ്. മോളാർ മാസ് എന്ന് പറയുന്നത് അലുമിനിയത്തിൻ്റെ 27 ആണ് വരുന്നത്. അപ്പോൾ 60 ഡിവൈഡഡ് ബൈ 27 ഇൻറ്റു സി നമുക്കിവിടെ തന്നിട്ടുണ്ട് 24 ആണെന്നുള്ളത്. പിന്നെ ഡെൽറ്റ ടി തന്നിട്ടുണ്ട് 20 ആണെന്നുള്ളത്. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. പിന്നെ അതിനെ നമ്മൾ എന്ത് ചെയ്യാം, ജൂളിലാണ് നമുക്ക് വാല്യൂ കിട്ടുക. പിന്നീട് നമ്മൾ അതിനെ എന്ത് ചെയ്യുക, കിലോ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയാണ് ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എൻതാൽപ്പി ചേഞ്ച് ഓൺ ഫ്രീസിങ് 1 mol ഓഫ് വാട്ടർ. നമ്മൾ എന്ത് ചെയ്യണം, 1 mol വാട്ടറിനെ എന്താക്കിയിട്ട് മാറ്റണം, അറ്റ് 10 degree Celsius. ഇതിൻ്റെ ഹീറ്റ് എത്രയാണ്, 10 degree Celsius ആണ്. ഇതിനെ നമുക്ക് എന്താക്കിയിട്ട് മാറ്റേണ്ടത്, ഐസ് അറ്റ് മൈനസ് ഐസ്, അതായത് 1 mol ഐസ് തന്നെയാണ് കേട്ടോ. 1 mol ഐസ് അത് -10 degree Celsiusലേക്ക് മാറ്റണം. ഓക്കെ, 1 mol ഓഫ് വാട്ടർ അറ്റ് 10 degree Celsiusനെ 1 mol ഓഫ് ഐസ് അറ്റ് -10 degree Celsiusലേക്ക് മാറ്റണം. അപ്പോൾ നമുക്കത് ഡയറക്റ്റായിട്ട് ഇക്വേഷൻ ഇത് ചെയ്യാൻ പറ്റില്ല അല്ലേ. നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റെപ്സ് വഴിയേ നമുക്കതിനെ മാറ്റാൻ പറ്റുള്ളൂ. ആ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ 1 mol വാട്ടർ 10 degree Celsius അല്ലേ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, 1 mol ഓഫ് വാട്ടർ അറ്റ് 0 degree Celsius ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ ഇവിടെ നമ്മൾ ടെമ്പറേച്ചറിൽ ചേഞ്ച് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ QS ആണ് യൂസ് ചെയ്യേണ്ടത്, സെൻസിബിൾ ഹീറ്റ് ആണ്. ഇനി 1 mol ഓഫ് വാട്ടർ അറ്റ് 0 degree Celsiusനെ നമ്മൾ 1 mol ഐസ് അറ്റ് 0 degree Celsius. ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ ഫേസ് ചേഞ്ച് ആണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് യൂസ് ചെയ്യുക, ലാറ്റൻറ്റ് ഹീറ്റാണ് യൂസ് ചെയ്യുക. ഇനി 1 mol ഐസിനെ 1 mol ഐസ് അറ്റ് 0 degree Celsiusനെ നമ്മൾ 1 mol ഐസ് അറ്റ് -10 degree Celsius ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ ചേഞ്ച് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ പക്ഷേ ഫേസ് സെയിം ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഏതാണ്, സെൻസിബിൾ ഹീറ്റിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഓരോ കേസും യൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് 1 mol ഓഫ് വാട്ടറിനെ 10 degree Celsius, 1 mol ഓഫ് വാട്ടർ 0 degree Celsius. അപ്പോൾ ഇതിൻ്റെ നമ്മൾ സെൻസിബിൾ ഹീറ്റാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം സെൻസിബിൾ ഹീറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് QS ഇസ് ഈക്വൽ ടു എന്താണ്, ഇവിടെ നമുക്ക് 1 mol ആണ് തന്നിട്ടുള്ളത്. മോൾ തരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്താണ്, NC ഇൻറ്റു ഡെൽറ്റ ടി. അപ്പോൾ N എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, N 1 ആണ്. C എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, C എത്രയാണ്, C വാട്ടർ ലിക്വിഡ് ഫോമിലുള്ളത് തന്നിട്ടുണ്ട്. ഇനി വാട്ടർ സോളിഡ് എന്ന് പറയുന്നത് ഐസാണ് കേട്ടോ. അപ്പോൾ 75.3 എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. C ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 75.3 ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, 10 അതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് 1 mol വാട്ടർ അറ്റ് 0 degree Celsiusനെ 1 mol ഐസ് അറ്റ് 0 degree Celsius. അതായത് ഇവിടെ Q ലാറ്റൻ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്, ലാറ്റൻ്റ് ഹീറ്റാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ QL ഈസ് ഈക്വൽ ടു M ഇൻറ്റു LF. ഫ്യൂഷനാണ് അല്ലേ, എന്താ ഗ്യാസും വാട്ടറും വരുന്ന സമയത്ത് വേപ്പറൈസേഷൻ, ഐസും വാട്ടറും വരുന്ന സമയത്ത് ഫ്യൂഷൻ. അപ്പോൾ ഇവിടെ ഫ്യൂഷൻ നമുക്ക് ഡെൽറ്റ H ഫ്യൂഷൻ 6.03. ഇവിടെ M അല്ല നമ്മൾ യൂസ് ചെയ്യുക, N ആണ് യൂസ് ചെയ്യുക അല്ലേ, N ആണ് യൂസ് ചെയ്യുക. N ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 1 mol ഇൻറ്റു 63 പോയിൻറ്റ് സംതിങ്. നമുക്ക് ഡെൽറ്റ H 63 അല്ല 6.03 6.03. ഓക്കെ, അപ്പം അത് നമുക്ക് കിലോ ജൂളിലാണ് തന്നിട്ടുള്ളത് കേട്ടോ. കിലോ ജൂൾ 6.03 കിലോ ജൂൾ, അതായത് 603 ജൂൾ. ഓക്കെ, ഇൻറ്റു 6030 ജൂൾ. ഓക്കെ, അത് ജൂളിലേക്ക് പിന്നീട് നമ്മൾ കൺവേർട്ട് ചെയ്താൽ മതി. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 1 mol ഐസ് അറ്റ് 0 degree Celsiusനെ 1 mol ഐസ് അറ്റ് -10 degree Celsius. അതായത് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ട്, പക്ഷേ സെയിം ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇവിടെ
ഇവിടെ എഴുതാം. തേർഡ് എന്ന് പറയുന്നത് QS സെൻസിബിൾ ഹീറ്റാണ്. മോൾസ് തന്നതുകൊണ്ട് തന്നെ NC∆T. ഇവിടെ നമുക്കറിയാം N എത്രയാണ് തന്നിട്ടുള്ളത് 1. ഇനി C ഇവിടെ ഐസിൻ്റെ കേസാണ് അല്ലേ, ഐസാണ്, വാട്ടർ സോളിഡ് എന്നുള്ളതാണ്. H2O സോളിഡ് എന്ന് പറയുന്നത് ഐസിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. 1 × 36.8. ഓക്കെ, 1 × 36.8 × ∆T എത്രയാണ് ഇവിടെ വരുന്നത് 10. അപ്പോൾ ഇത് ടോട്ടൽ ഇത് എന്ത് ചെയ്യാം, ഇപ്പോൾ നമ്മൾ ഓരോന്നും കണ്ടുപിടിച്ചു. ഇനി ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഹീറ്റ്, ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച്. അപ്പോൾ ആൻസർ വിൽ ബി ഇക്വേഷൻ 1 + ഇക്വേഷൻ 2 + ഇക്വേഷൻ 3. അതായത് ഇതൊക്കെ കിട്ടുന്ന ആൻസർ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ ഹീറ്റ് കിട്ടും. ഇവിടെ 1ൻ്റെ നമ്മൾ ടോട്ടൽ ഹീറ്റ് ആഡ് ചെയ്യുക, 2ൻ്റെ ആഡ് ചെയ്യുക, 3ൻ്റെയും ടോട്ടൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് ആ ടോപ്പിക്കത്തെ ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട് ടൈപ്പ് ഓഫ് എനർജി ചേഞ്ച് ഒക്കെ വെൻ ദർ ഈസ് എ പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. ഹീറ്റ് എന്നുള്ളത് വരുന്നത് എപ്പോഴാണെന്ന് അറിയാം. ഹീറ്റ് വരുന്നത് ടെമ്പറേച്ചർ ചേഞ്ച് വരുന്ന സമയത്ത് എനർജി ഫ്ലോ ചെയ്യുന്നുണ്ട്, അതാണ് ഹീറ്റ്. ഇനി വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രഷറിൽ ചേഞ്ച് വരുന്ന സമയത്ത്, വോളിയം ചേഞ്ച് വരുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എനർജി ചേഞ്ച് നടക്കുന്നുണ്ട്. അതിനെയാണ് വർക്ക് എന്ന് പറയുന്നത്. വർക്ക് ഈസ് ദ എനർജി ചേഞ്ച്, അതായത് പ്രഷറും വോളിയം ഒക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്തുള്ള എനർജി ചേഞ്ചിനെയാണ് നമ്മൾ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വർക്ക് എന്നുള്ളതാണ് ഇവിടെ ആൻസർ വരുന്നത്. ഇലക്ട്രിക്കലൊക്കെ നമുക്കറിയാം ചാർജ് ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്, കെമിക്കൽ നമുക്കറിയാം വല്ല കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അല്ലേ. അപ്പോൾ പ്രഷർ ഡിഫറൻസ് സിസ്റ്റവും സറൗണ്ടിങ് തമ്മിൽ വരുമ്പോൾ അത് വർക്കാണ് ആൻസർ വരുന്നത്. ഇനി സ്റ്റേറ്റ് ഫങ്ഷൻ അല്ലാത്തത് ഏതാണെന്നുള്ളതാണ്. അപ്പോൾ തേർഡ് ഒരു നമുക്ക് ഹീറ്റ് എന്ന് കൊടുക്കാം. ഫോർത്ത് ഓപ്ഷൻ, ഇതിൽ ഓപ്ഷൻസ് മാറിപ്പോയതാണ്. ഫോർത്ത് ഓപ്ഷൻ വിൽ ബി ടെമ്പറേച്ചർ എന്ന് കൊടുക്കാം. ടെമ്പറേച്ചർ. ഓക്കെ, ഇതിൽ ഏതാണ് ആൻസർ എന്നുള്ളതാണ്. ഹീറ്റാണ്. നമുക്കറിയാം 2 പാത്ത് ഫംഗ്ഷൻ, സ്റ്റേറ്റ് ഫംഗ്ഷനാണ് നമ്മൾ ബാക്കിയുള്ള എക്സാമ്പിൾസ് ഫുള്ള് പഠിച്ചത്. അപ്പോൾ പാത്ത് ഫംഗ്ഷന് നമ്മൾ 2 എക്സാമ്പിൾ പഠിച്ചത്, ഒന്ന് ഹീറ്റാണ്, പിന്നൊന്ന് വർക്കാണ്. അപ്പോൾ സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ലാത്തത് ഹീറ്റും വർക്കും, അതായത് ഹീറ്റും വർക്കും എന്താണ്, പാത്ത് ഫംഗ്ഷനാണ്. പാത്ത് ഫംഗ്ഷന് 2 ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിളാണ് നമ്മൾ പഠിച്ചത്. അതേതൊക്കെയായിരുന്നു, വർക്കും ഹീറ്റും. ഇനി നെക്സ്റ്റ് വരുന്നത് വർക്ക് എന്താണ് എന്നുള്ളതാണ്. വർക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു, ഒരു സിസ്റ്റം എന്ത് ചെയ്യാണ്, അതിൻ്റെ പ്രഷറും നമ്മൾ വോളിയം ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഒരു എനർജി ചേഞ്ച് ഉണ്ടാവും. എനർജി റിലീസ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്യും, അബ്സോർബ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വർക്ക് എന്ന് പറയുന്നത്. അതൊരു പാത്ത് ഡിപ്പെൻഡൻറ്റ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യം, ഫിസിക്സിലും കെമിസ്ട്രിയിലും നമ്മൾ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. അപ്പോൾ കെമിസ്ട്രിയിൽ വർക്ക് എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ മൈനസ് ഇത് പി കോൺസ്റ്റൻ്റ്, പ്രഷർ കോൺസ്റ്റൻ്റ് ആവുന്ന സമയത്താണ് കേട്ടോ. ഇത് ഡിഫറെൻ്റ് ഉണ്ട്. ഇവിടെ നെഗറ്റീവ് സൈൻ യൂസ് ചെയ്യണം, അത്ര ഓർത്താൽ മതി. വർക്ക് നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് നെഗറ്റീവ് സൈൻ യൂസ് ചെയ്യുന്നത് ഏതിലാണെന്നറിയോ, കെമിസ്ട്രിയിലാണ്. പക്ഷേ ഫിസിക്സിൻ്റെ കേസിൽ നമ്മൾ വർക്കിനെ എന്ത് ചെയ്യില്ല, വർക്ക് ഈക്വൽ ടു ജസ്റ്റ് പി എക്സ്റ്റേണൽ. വർക്കിന് നമ്മൾ ഡിഫറെൻറ്റ് ഇക്വേഷൻസിനെ പഠിക്കാണ്ട്, പി എക്സ്റ്റേണൽ ഡെൽറ്റ വി എന്ന് പറയുന്നത് 1 ഓഫ് ദ ഇക്വേഷൻ. ഫിസിക്സിൽ നമ്മൾ വർക്ക് ഈക്വൽ ടു പി എക്സ്റ്റേണൽ ഡെൽറ്റ വി എന്നാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ കെമിസ്ട്രിയിൽ നമ്മൾ വർക്ക് ഈസ് ഈക്വൽ ടു മൈനസ് പി എക്സ്റ്റേണൽ ഡെൽറ്റ വി എന്ന് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റീസൺ അത് IUPAC ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ കെമിസ്ട്രിയിൽ നമ്മൾ നെഗറ്റീവ് സൈൻ യൂസ് ചെയ്യുന്നുണ്ട്, ഫിസിക്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നെഗറ്റീവ് സൈൻ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി വർക്കിന് പി എക്സ്റ്റേണൽ ഡെൽറ്റ വി എന്നുള്ള ഇക്വേഷൻ മാത്രമല്ല, ഡിഫറെൻറ്റ് ഇക്വേഷൻസ് ഉണ്ട്. ഇനി അവിടെ കൺവേർഷനാണ്. 1 ലിറ്റർ ATM 101 ജൂള്, 1 കലോറി 4.2 ജൂള്, 1 ന്യൂട്ടൺ മീറ്റർ 1 ജൂള്. ഇനി നമുക്കറിയാം എക്സ്പാൻഷനും ഉണ്ട്, കംപ്രഷനും സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഒരു സിലിണ്ടർ എടുക്കുകയാണെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാനൊരു പമ്പ് എടുക്കുകയാണെന്ന് വിചാരിച്ചു. ഓക്കെ, ഇതൊരു പമ്പാണ്. ഇതിൻ്റെ ഉള്ളിൽ വർക്ക് നടക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ. ഇഫ് ഞാൻ ഈ പമ്പ് പുള്ള് ചെയ്യാണ്, ഇത് പുള്ള് ചെയ്യുന്ന സമയത്ത് ഈ വോളിയം എന്ത് ചെയ്യും, ഇറ്റ് വിൽ ബി ലൈക്ക്, വേറൊരു ഫിഗർ കാണിച്ചു തരാം.
ഇതിൻ്റെ വോളിയം എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടാവും അല്ലേ, ഇത് കുറച്ച് മുകളിലേക്ക് വന്നിട്ടുണ്ടാവും, ഇത് പുള്ള ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ച് മുകളിലേക്ക്. അപ്പോൾ ഇത്രയും വോളിയം ഇത് ഫൈനൽ വോളിയം അല്ലേ, ഇത്രയും ഇത് ഫൈനൽ വോളിയം, ഈ ചെറുതാണ് ഇനീഷ്യൽ വോളിയം. ഓക്കെ, അപ്പോൾ ഇത് പുള്ള ചെയ്യുന്ന സമയത്ത് ഇത് മുകളിലേക്ക് പുള്ള ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, അവിടെ വോളിയം എക്സ്പാൻഡ് ചെയ്യും. അതാണ് എക്സ്പാൻഷൻ. ഈ എക്സ്പാൻഷൻ വർക്ക് നടത്തുന്നത് സിസ്റ്റമാണ്. ഓക്കെ, സിസ്റ്റമാണ് ഇത് ബോളിലേക്ക് പുൾ ചെയ്യുന്നത്, ഇതിൻ്റെ അകത്തുള്ള സിസ്റ്റമാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് പുള്ളിങ്ങിൻ്റെ. അപ്പോൾ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഫൈനൽ വോളിയം എന്ന് പറയുന്നത് ഈസ് ഗ്രേറ്റർ ദാൻ, ഇതാണ് ഫൈനൽ വോളിയം, ഇത് ഇനീഷ്യൽ വോളിയം. അപ്പോൾ ഫൈനൽ വോളിയം ഈസ് ഗ്രേറ്റർ ദാൻ ഇനീഷ്യൽ വോളിയം ആയിരിക്കും. അപ്പോൾ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഈസ് ഈക്വൽ ടു മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി അല്ലേ. പി എക്സ്റ്റേണൽ എന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവാണ് വരുന്നത്, ഡെൽറ്റ വി എന്താണ് ആവുന്നത്, പോസിറ്റീവ്. അപ്പോൾ ഫൈനൽ ഇനീഷ്യലിനേക്കാളും കൂടുതലാണെങ്കിൽ പോസിറ്റീവ്. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, എക്സ്പാൻഷൻ്റെ കേസിൽ നമ്മൾ സിസ്റ്റം വർക്ക് ചെയ്തു എന്നാണ് പറയുക. അപ്പോൾ സിസ്റ്റത്തിന് പ്രഷറായിട്ട് മുകളിലേക്ക് അങ്ങോട്ട് പൊന്തിക്കുക എന്നൊക്കെ നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, സിസ്റ്റത്തിന് ഇവിടെ നല്ല പ്രഷറായി കഴിഞ്ഞപ്പോൾ ഈ സിസ്റ്റം എന്ത് ചെയ്യുക, മുകളിലേക്ക് ഇങ്ങനെ പൊക്കുക അല്ലേ. അപ്പോൾ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം അത് നെഗറ്റീവാണ് വരുന്നത്. ഇനി കംപ്രഷൻ്റെ കേസിൽ ഇവിടെ നമുക്ക് ഒരു സിലിണ്ടർ ഉണ്ട്, ഇതാണ് ഇനീഷ്യൽ വോളിയം. ഓക്കെ, ഇതെന്ത് ചെയ്തു, നമ്മൾ കംപ്രസ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് താഴേക്ക് കംപ്രസ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫൈനൽ വോളിയം. ഓക്കെ, ഇതാണ് കംപ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വി ഇനീഷ്യൽ ഗ്രേറ്റർ ദാൻ വി ഫൈനൽ, അപ്പോൾ ഡെൽറ്റ വി ഇസ് ലെസ് ദാൻ 0 ആണ് വരുന്നത്. അപ്പോൾ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. കംപ്രഷൻ്റെ കേസിൽ നമ്മൾ സിസ്റ്റത്തിൻ്റെ നമ്മൾ വർക്ക് ചെയ്യുക, അപ്പോൾ നമ്മൾ പോയിട്ട് ഇത് താഴേക്ക് പ്രസ് ചെയ്താലേ ഇത് താഴേക്കാവുള്ളൂ അല്ലേ. അപ്പോൾ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി, പി എക്സ്റ്റേണൽ പോസിറ്റീവ്, ഡെൽറ്റ വി നെഗറ്റീവാണ് വരിക. അപ്പോൾ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ്, പിന്നെ ഈ നെഗറ്റീവും കൂട്ടുമ്പോൾ പോസിറ്റീവ്. അപ്പോൾ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം കംപ്രഷൻ്റെ കേസിൽ പോസിറ്റീവ് ആയിരിക്കും വർക്ക് ഡൺ, എക്സ്പാൻഷൻ്റെ കേസിൽ വർക്ക് ഡൺ വിൽ ബി നെഗറ്റീവ്. ഓക്കെ, എക്സ്പാൻഷൻ്റെ കേസിൽ വർക്ക് ഡൺ നെഗറ്റീവ് ആണെന്ന് ഓർക്കുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, പക്ഷേ അവിടെ ഓൾറെഡി നമ്മളൊരു നെഗറ്റീവ് സൈൻ കൊടുത്തിട്ടുണ്ട്, അതാണത്. കംപ്രഷൻ്റെ കേസിൽ നെഗറ്റീവ് സൈനും പിന്നെ കംപ്രസ് ചെയ്തിട്ട് വോളിയം നെഗറ്റീവ് ആവുന്നതും കൂടിയിട്ട് എന്ത് ചെയ്യും, പോസിറ്റീവ് ആവും. ഓക്കെ, അപ്പോൾ എക്സ്പാൻഷൻ്റെ കേസിൽ വർക്ക് ഡൺ വിൽ ബി നെഗറ്റീവ് ആൻഡ് കംപ്രഷൻ്റെ കേസിൽ വർക്ക് ഡൺ വിൽ ബി പോസിറ്റീവ്. ഇനി എക്സ്പാൻഷൻ്റെ കേസിൽ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, കംപ്രഷൻ്റെ കേസിൽ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. ഇനി നമുക്ക് ഇങ്ങനെ തരികയാണ്, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്, ഗ്രാഫായിട്ട് ഇങ്ങനെ തരികയാണെന്ന് വിചാരിച്ചു. ഇതിൽ നിന്ന് നമുക്ക് വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ പ്രഷറും ഇവിടെ വോളിയം ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ നമുക്ക് പി എക്സ്റ്റേണൽ, ഇവിടെ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് വർക്ക് ഡൺ കാണാം. W ഇസ് ഈക്വൽ ടു മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി എന്ന് പറയുമ്പോൾ വി ഫൈനൽ മൈനസ് വി ഇനീഷ്യൽ അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് പി എക്സ്റ്റേണൽ എത്രയാണ് ഇവിടെ തന്നിട്ടുള്ളത് 3 ATM ഇൻറ്റു വി ഫൈനൽ എന്ന് പറയുമ്പോൾ ഗ്യാസ് ഇങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണെന്ന് പറയുമ്പോൾ ഇനീഷ്യൽ വോളിയം ഇതാണ് 5 ലിറ്റർ ആണ് അല്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഡയറക്ഷൻ. അപ്പോൾ ഇനീഷ്യൽ വോളിയം 5 ലിറ്റർ, അപ്പോൾ ഫൈനൽ വോളിയം എത്രയാണ് 2 ലിറ്റർ. അപ്പോൾ 5 ലിറ്റർ ഇൻറ്റു 5 മൈനസ് 3 എന്ന് പറയുമ്പോൾ 5 മൈനസ് 2 ലിറ്റർ. അപ്പോൾ മൈനസ് 3 5 മൈനസ് 2 അല്ല, ഇനീഷ്യൽ മൈനസ് ഫൈനൽ അല്ല, ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഫൈനൽ എന്ന് പറയുമ്പോൾ 2 ലിറ്റർ. ഓക്കെ, 2 ലിറ്റർ മൈനസ് 5 ലിറ്റർ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 3 ഇൻറ്റു മൈനസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു പ്ലസ് 9. ഈ ഫിഗർ നോക്കി നമുക്ക് മനസ്സിലാവും. ഇറ്റ് വിൽ ബി ലൈക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇനീഷ്യൽ വോളിയം 5 ലിറ്റർ, ഇത് ഫൈനൽ വോളിയം. അപ്പോൾ മൈനസ് 3 പി എക്സ്റ്റേണൽ, ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം, ഫൈനൽ വോളിയം 2 ലിറ്റർ മൈനസ് 5 ലിറ്റർ. അപ്പോൾ മൈനസ് 3 ഇൻറ്റു മൈനസ് 3 ഇസ് ഈക്വൽ ടു പ്ലസ് 9 ജൂൾ. ഓക്കെ, ഇങ്ങനെ ഗ്രാഫിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഗ്രാഫ് നമ്മൾ ഒരു ഈസി മെത്തേഡ് വേറെ എന്താണെന്ന് വെച്ചാൽ വർക്ക് ഡൺ മൈനസ് ഏരിയ അണ്ടർ പി വി കർവ് എന്നുള്ളതാണ്, ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ഏരിയ അണ്ടർ പി വി കർവ്. ഇനി നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ എന്താ നോക്കാം. An ideal gas expands in volume from 1 into 10 raised to 3 meter cube to
1 × 10⁻² മീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ വോളിയം എന്ന് പറയുന്നത് ഈക്വൽ ടു 10⁻³ മീറ്റർ ക്യൂബ് ആൻഡ് ഫൈനൽ വോളിയം ഈസ് ഈക്വൽ ടു 10⁻² മീറ്റർ ക്യൂബ് എന്നുള്ളതാണ് കിട്ടിയത്. അറ്റ് 300 കെൽവിൻ. ഓക്കെ, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. എഗെയിൻസ്റ്റ് എ കോൺസ്റ്റൻ്റ് പ്രഷർ പി എക്സ്റ്റേണൽ എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? 10⁵ ആണ്. ഓക്കെ, വർക്ക് ഡൺ എത്രയാണെന്ന്. അപ്പോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു പി എക്സ്റ്റേണൽ ഇൻറ്റു വി എഫ് മൈനസ് വി ഐ എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വി എഫ് മൈനസ് വി ഐ എന്നുള്ളത് കാണണം, വിച്ച് ഈസ് ഈക്വൽ ടു 10⁻³ മൈനസ് 3 10⁻² മൈനസ് 10⁻³ ഈ 10⁻² നമുക്ക് പുറത്തെടുക്കാം. 10⁻² ഇൻറ്റു 1 അല്ലേ, 1 മൈനസ് 10⁻³ എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നത് 0.1. 1 മൈനസ് 0.1 എന്ന് പറയുമ്പോൾ 0.9 ഇൻറ്റു 10⁻². ഓക്കെ, അപ്പോൾ വി എഫ് മൈനസ് വി ഐ 0.9 ഇൻറ്റു 10⁻². അപ്പോൾ നമുക്ക് ഡബ്ല്യു ഇതിൽ എങ്ങനെയാണ് കാണുന്നത്? മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി, ദാറ്റ് ഈസ് വി എഫ് മൈനസ് വി ഐ. അപ്പോൾ പി എക്സ്റ്റേണൽ നമുക്കിവിടെ തന്നിട്ടുണ്ട് 10⁵ എന്നുള്ളത്. ഡെൽറ്റ വി 0.9 ഇൻറ്റു 10⁻². ഓക്കെ, അപ്പോൾ നമുക്കിതിന് ആൻസർ കിട്ടുന്നത് 9 ഇൻറ്റു 10⁻² എന്നുള്ളതാണ്. ദാറ്റ് ഈസ് 900 ജൂൾ എന്നുള്ളതാണ് കിട്ടുന്നത്. 900 ജൂൾ എന്നുള്ളതാണ് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിപ്പോൾ ചെയ്യാനുള്ളതല്ല, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാനുള്ളതാണ്. അതിൻ്റെ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇനി സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ലോ എന്ന് പറയുന്നത് തേർമൽ ഇക്വിലിബ്രിയത്തിന് ബേസ് ചെയ്തിട്ടാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി തേർമൽ ഇക്വിലിബ്രിയം. അതായത് ഇപ്പം നമ്മൾ 2 ഒബ്ജക്റ്റ് ഉണ്ട്, എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും, പിന്നെ സി എന്ന് പറയുന്ന വേറൊരു ഒബ്ജക്റ്റ് ഉണ്ട്. നമ്മൾ എൻ്റെയും സിയുടെയും ടെമ്പറേച്ചർ സെയിം ആണ്. ടെമ്പറേച്ചർ ഓഫ് എ ഈക്വൽ ടു ടെമ്പറേച്ചർ ഓഫ് സി ആണ്. ഇനി ബീൻ്റെയും സിൻ്റെയും ടെമ്പറേച്ചർ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെയും ബിൻ്റെയും ടെമ്പറേച്ചർ ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇപ്പം ഞാൻ എടുക്കുന്നത് ഇത് എ, ഇത് സി, ഇത് ബി. ഓക്കെ, ഇഫ് എൻ്റെ ടെമ്പറേച്ചർ ഞാൻ എടുക്കുന്നത് 10 ഡിഗ്രി സെൽഷ്യസ് ആണ്, എൻ്റെയും സിൻ്റെയും ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ സീൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്? 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞു ബീൻ്റെയും സിൻ്റെയും ടെമ്പറേച്ചർ ഈക്വൽ ആണ്. അപ്പോൾ ബീൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്? 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. സിൻ്റെ ഈക്വൽ ആണ്. അപ്പോൾ എൻ്റെയും ബീൻ്റെയും ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കും? 10 ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതാണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അതെന്താ പറയുന്നതെന്ന് വെച്ചാൽ 2 ഒബ്ജക്ട്സ് അറ്റ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ ഇൻ തെർമൽ കോണ്ടാക്ട്, അത് കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് വിത്ത് ഈച്ച് അതർ. ഇപ്പം ഞാൻ എനെയും സിനെയും മൂവ് ടുവേർഡ്സ് അറ്റ് സെയിം ടെമ്പറേച്ചർ. എയും സിയും സെയിം ടെമ്പറേച്ചറാണ്, ബിയും സിയും സെയിം ടെമ്പറേച്ചറാണ്. അപ്പോൾ എനും ബിനും സെയിം ടെമ്പറേച്ചർ ആയിരിക്കും. അത് കോണ്ടാക്റ്റിൽ വെക്കുമ്പോൾ കേട്ടോ, എയും സിയും കോണ്ടാക്റ്റിൽ വെക്കുമ്പോൾ അത് സെയിം ടെമ്പറേച്ചറായി. ബിയും സിയും കോണ്ടാക്റ്റിൽ വെച്ചിട്ട് സെയിം ടെമ്പറേച്ചറായിട്ട് മാറുന്ന സമയത്ത് എൻ്റെയും ബിൻ്റെയും ടെമ്പറേച്ചർ ഈക്വൽ ആയിരിക്കും. ഇനി ഇൻറ്റേർണൽ എനർജി, ഓൾ ദ പോസിബിൾ ഫോംസ് ഓഫ് എനർജി. ഇപ്പം നമ്മളൊരു ബോൾ എടുക്കുകയാണെന്ന് വിചാരിച്ചു, ഈ ബോളിലുണ്ടാകുന്ന എല്ലാ പോസിബിൾ ഫോംസ് ഓഫ് എനർജീനെയും നമ്മൾ ഇൻറ്റേർണൽ എനർജി എന്ന് പറയും. നമ്മൾ വേറെ എന്തെങ്കിലും ഒബ്ജക്റ്റ് എടുക്കുകയാണെന്ന്, ഇപ്പം നമ്മൾ തന്നെ എടുക്കുകയാണെന്ന് വിചാരിച്ചു, നമ്മുടെ അകത്തുള്ള എല്ലാ ഫോംസ് ഓഫ് എനർജീനെയും നമ്മൾ ഇൻറ്റേർണൽ എനർജി എന്ന് വിളിക്കും. അപ്പം നമുക്ക് നമ്മുടെ ഉള്ളിലകത്തുള്ള എല്ലാ എനർജീനെയും മെഷർ ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിരിക്കും. ഏതൊക്കെ ടൈപ്പ് എനർജി ഉണ്ടാകും? കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, പിന്നെ വൈബ്രേഷൻ എനർജി, റൊട്ടേഷണൽ എനർജി, ഇലക്ട്രോണിക് എനർജി, അങ്ങനെ കുറേ എനർജീസ് ഉണ്ടാകും. അപ്പോൾ ഇതിനൊക്കെ പാടെ മെൻഷർ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം ഞാൻ വാട്ടറിനെ എടുത്തു. വാട്ടറിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനർജി ഉണ്ട്. അപ്പോൾ വാട്ടറിനെ ഞാൻ ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് എന്ത് ചെയ്തു? ഫൈനൽ സ്റ്റേറ്റിലേക്ക് മാറ്റി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇവിടെ ഇൻറ്റേർണൽ എനർജി U1 ആണ്, ഇവിടെ U2 ആണ് ഇൻറ്റേർണൽ എനർജി. അപ്പോൾ എനിക്ക് ഇത് U1ഉം U2ഉം കണ്ടുപിടിക്കാൻ എനിക്ക് ടഫാണ്, കാരണം ഇതിൽ എല്ലാ എനർജി ഉണ്ട്. പക്ഷേ ഞാൻ ഇതിൻ്റെ ചേഞ്ച് കണ്ടുപിടിക്കാൻ പറ്റും. U2 മൈനസ് U1 ഡെൽറ്റ U എനിക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് വേറെ ഇക്വേഷൻസ് ഉണ്ട്, അതുവഴിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ,
അതാണ് ഇൻറ്റേർണൽ എനർജി. ഇനി ഇൻറ്റേർണൽ എനർജിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്, നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ് ഇൻറ്റേർണൽ എനർജി, എൻട്രോപ്പി, എൻതാൽപ്പി, ഗിബ്സ് എനർജി എന്നൊക്കെ പറയുന്നത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ഇനി സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. പാത്ത് ഫംഗ്ഷൻ ആയിട്ടുള്ളത് ഹീറ്റും വർക്കും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ എന്താണ്? സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. ഇൻറ്റേർണൽ എനർജിയും എൻതാൽപ്പി ഒക്കെ സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. നോ ചേഞ്ച് ഇൻ ദ സൈക്ലിക് പ്രോസസ്സ്. അതായത് ഇപ്പോൾ ഞാൻ ഒരു സൈക്ലിക് പ്രോസസ്സ് എ നിന്ന് ബി സി എന്നുള്ള പോയിൻ്റ് ഡി പിന്നെ എ, ഇങ്ങനെ ഒരു സൈക്ലിക് പ്രോസസ്സിലൂടെ വരികയാണെന്ന് വിചാരിച്ചു. എയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അപ്പോൾ നമുക്കറിയാം ഇൻറ്റേർണൽ എനർജി ഓൺലി പൊസിഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇവിടെ 10 ജൂളാണ്, ഇവിടെ 20 ആണ്, ഇവിടെ 30 ആണ്, ഇവിടെ 40 ആണ്. തിരിച്ച് ഈ പാത്തിലൂടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? 10 ജൂൾ തന്നെയാണ്. അപ്പോൾ 10 ജൂൾ മൈനസ് 10 ജൂൾ വിൽ ബി 0 അല്ലേ? ഇപ്പോൾ സൈക്ലിക് പ്രോസസ്സിൽ ഡെൽറ്റ യു ഫോർ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഫോർ സൈക്ലിക് പ്രോസസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ സെയിം ആണ് സൈക്ലിക് പ്രോസസ്സിൽ. അപ്പോൾ 10 ജൂൾ മൈനസ് 10 ജൂൾ ഇസ് ഈക്വൽ ടു 0 ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ ഡെൽറ്റ യു എന്ന് പറയുന്നത് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യും. അതായത് ഡെൽറ്റ ടി പോസിറ്റീവ് ആണ്, ഡെൽറ്റ യു എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇനി ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ, ഇൻറ്റേർണൽ എനർജി ഡിക്രീസ് ചെയ്യണം. അതായത് ഡെൽറ്റ ടി നെഗറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ യു എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ change in internal energy only depends upon the change in temperature, that is delta U is proportional to delta T. ഇനി ഇതാണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അതിൻ്റെ കുറച്ച് സംഭവങ്ങൾ നമ്മൾ കഴിഞ്ഞു. ഇനി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് കൺസർവേഷൻ, എനർജി കൺസർവേഷനെ ബേസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ലോ വരുന്നത്. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനർജി നൈദർ ക്രിയേറ്റഡ് നോർ ബി ഡെസ്ട്രോയിഡ്. എനർജി ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, എനർജീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡെസ്ട്രോയ് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്കൊരു എനർജീനെ പുതുതായിട്ട് ഉണ്ടാക്കുക. ടോട്ടൽ ഈ യൂണിവേഴ്സിൽ ടോട്ടൽ എനർജി എന്താണ്? എപ്പോഴും കോൺസ്റ്റൻ്റാണ്. നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് എനർജീനെ ഞാൻ ക്രിയേറ്റ് ചെയ്യട്ടെ സ്വന്തമായിട്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ വാട്ടർ ഹീറ്റ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ പറയുക, അവിടെ ഇതൊക്കെ എനർജി ഫോം ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എനർജിയുടെ ഫോം ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഒരു പൊസിഷനിൽ നിൽക്കുകയാണ്, അപ്പോൾ എനിക്ക് പൊട്ടൻഷ്യൽ എനർജിയാണ്. പിന്നെ എന്ത് ചെയ്യണം? ഞാൻ മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എൻ്റെ പൊട്ടൻഷ്യൽ എനർജി അവിടെ സ്റ്റോർ ചെയ്തത് കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അതാണ് സംഭവിക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ കൈ അനക്കുമ്പോൾ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. എനർജീനെ ഡിഫറെൻറ്റ് ഫോംസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ചെയ്യുക. അതായത് പുതിയൊരു എനർജി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, എനർജി യൂണിവേഴ്സിലെ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമ്മൾ ഒരു കാര്യം ഇനി പ്രത്യേകം നോട്ട് ചെയ്യേണ്ട അടുത്തൊരു കാര്യമുണ്ട്. കെമിസ്ട്രിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു വർക്ക് ഡണ്ണിന് നെഗറ്റീവ് സൈൻ യൂസ് ചെയ്യണം എന്നുള്ളത്. നെക്സ്റ്റ് കെമിസ്ട്രിയിലും ഫിസിക്സിലും വരുന്ന ഒരു ഡിഫറൻസ് ആണ് ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഇതുപോലെ ഒരു ഇക്വേഷൻ നമുക്ക് ഫിസിക്സിൽ പഠിക്കാനുണ്ട്. ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഇതിൽ നമുക്ക് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഈക്വൽ ടു ഹീറ്റ് പ്ലസ് വർക്ക് ഡൺ ആണ് വരുന്നത്. പക്ഷേ ഇൻ ഫിസിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്നത് ക്യൂ ഈസ് ഈക്വൽ ടു ഹീറ്റ് ചേഞ്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു എന്നുള്ളതാണ് നമ്മൾ പഠിക്കുക. ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു. പക്ഷേ കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്നത് ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്നുള്ളതാണ്. കെമിസ്ട്രിയിൽ നമ്മൾ ഓർക്കണം ഡെൽറ്റ യു. ഇത് നമ്മൾ ഓർത്ത് വെക്കാൻ എന്താണെന്നറിയോ, ഇനി നമുക്ക് ഇക്വേഷൻസ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഡെൽറ്റ യു, ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് എൻ ആർ ഡെൽറ്റ ടി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇനി ഇക്വേഷൻസ്. ഈ ഡെൽറ്റ ഉള്ളതാണ് ഫസ്റ്റ് ഇതിൽ വരുന്നത്, കെമിസ്ട്രിയിൽ വരുന്നത് ഡെൽറ്റ സി ഡി. കെമിസ്ട്രിയിൽ ഡെൽറ്റയാണ് വരുന്നത്. ഓക്കെ, ഡെൽറ്റയാണ് ഫസ്റ്റ് വരുന്നത്, ക്യൂ പ്ലസ് ഡബ്ല്യു. ഫിസിക്സിൽ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു, അങ്ങനെ തിരിച്ചിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ കെമിസ്ട്രിയിലുള്ള ഇക്വേഷൻ നമ്മൾ ഇതാണെന്നുള്ളത് നമ്മൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്നുള്ളതാണ് കെമിസ്ട്രിയിലുള്ള ഇക്വേഷൻ. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തെർമോഡൈനാമിക് പ്രോസസ്സ് ഉണ്ട്. ഫസ്റ്റ് പ്രോസസ്സ് നമുക്ക് പഠിക്കാനുള്ളതാണ് ഐസോതെർമൽ പ്രോസസ്സ്. ഐസോതെർമൽ, ഐസോകോറിക്, അഡയബാറ്റിക്, പിന്നെ ഐസോബാറിക് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. തെർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനൊരു വർക്ക് ഞാൻ ചെയ്യുന്നത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കിയിട്ടാണ്. അതായത് ഇപ്പം എൻ്റെ ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ആ വർക്കിൽ ത്രൂ ഔട്ട് എന്തായിരിക്കും, ആ 10 ഡിഗ്രി സെൽഷ്യസ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യും, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഡെൽറ്റ ടി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചു കഴിഞ്ഞു ഐഡിയൽ ഗ്യാസിന് ഡെൽറ്റ യു ഇസ് പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി ആണ് അല്ലേ. അപ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ല, ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി
ഓട്ടോമാറ്റിക്കലി ഡെൽറ്റ യു എന്തായിരിക്കും 0 ആയിരിക്കും. ഐസോതെർമൽ പ്രോസസ്സിന് ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഡെൽറ്റ യു ഐഡിയൽ ഗ്യാസിൻ്റെ കേസിലാണ് കേട്ടോ, അത് ഐഡിയൽ ഗ്യാസിന് ഡെൽറ്റ യു ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഇനീഷ്യലി ഉണ്ടായിരുന്ന ഇൻറ്റേർണൽ എനർജി ഈക്വൽ ടു ഫൈനലി ഉണ്ടായിരുന്ന ഇൻറ്റേർണൽ എനർജി, ദാറ്റ് ഈസ് U1 ഈക്വൽ ടു U2. അപ്പോൾ ഇവിടെ നോക്കുക, ഐഡിയൽ ഗ്യാസിന് ഡെൽറ്റ യു ഇസ് പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി. അപ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് 0 ആണെങ്കിൽ ഡെൽറ്റ യു 0 ആയിരിക്കും, U1 ഈക്വൽ ടു U2 ആയിരിക്കും, U ഈക്വൽ ടു U2 ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യം നോട്ട് ചെയ്യാം. ഇനി നമുക്ക് ഫസ്റ്റ് ലോ നമ്മൾ പഠിച്ചു കെമിസ്ട്രിയിൽ ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്നുള്ളതാണ് ഫസ്റ്റ് ലോൻ്റെ ഇക്വേഷൻ. ടോട്ടൽ എനർജി ഇൻ ദ യൂണിവേഴ്സ് ഇസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ യു ഈക്വൽ ടു 0 ആണ്. നമ്മളിവിടെ പഠിച്ചു ഡെൽറ്റ ടി 0 ആവുന്ന കേസിൽ ഡെൽറ്റ യു 0 ആവും. അപ്പോൾ ഡെൽറ്റ യു 0 ആണ്. ഡെൽറ്റ യു 0 ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്യൂ പ്ലസ് ഡബ്ല്യു ഈക്വൽ ടു 0 എന്ന് കിട്ടും അല്ലേ. ഡെൽറ്റ യുവിൻ്റെ അവിടെ 0 ഇട്ട് കഴിഞ്ഞാൽ ക്യൂ പ്ലസ് ഡബ്ല്യു ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ഡബ്ല്യുവിന് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്ന ക്യൂ ഈസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു അല്ലേ. അപ്പോൾ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലുള്ള ഇക്വേഷൻ എന്താണ്, ക്യൂ ഈസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എന്നുള്ളതാണ്. അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അതൊക്കെ നമുക്ക് അങ്ങനെ പിന്നീട് നമുക്ക് എക്സ്പീരിയൻസ് വഴി പഠിക്കുന്നതാണ് കേട്ടോ. കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് പഠിക്കും. അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്, ഡെൽറ്റ ടി 0 ആണ്. ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ നമുക്കറിയാം ഡെൽറ്റ ടി യു ഇസ് പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി. അതായത് ഡെൽറ്റ ടി 0 ആണെങ്കിൽ ഓഫ് കോഴ്സ് ഡെൽറ്റ യു എന്തായിരിക്കും 0 ആയിരിക്കും. അതായത് ഇനീഷ്യൽ ഇൻറ്റേർണൽ എനർജിയിൽ ഒരു ചേഞ്ചും വരുന്നില്ല. ഇൻറ്റേർണൽ എനർജി ആ ബോഡിയുടെ എന്താണ്, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇക്വേഷൻ വൈസ് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്താണ്, ഹീറ്റ് എനർജി കംപ്ലീറ്റ് എന്ത് ചെയ്യാണ്, വർക്ക് ഡൺ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. നമ്മൾ എത്രയാണോ ഹീറ്റ് എനർജി പ്രൊവൈഡ് ചെയ്തത് അത് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ഡൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അത്രയാണ് വരുന്നത്. ഇനി നമുക്ക് ഇവിടെ കുറച്ച് സൈൻ കൺവെൻഷൻ ഉണ്ട് കേട്ടോ. സൈൻ കൺവെൻഷൻ എന്ന് പറയുമ്പോൾ ഹീറ്റ് ഗിവൺ, നമ്മളൊരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഹീറ്റ് അബ്സോർബ് ചെയ്യാണ്, സിസ്റ്റത്തിന് ഹീറ്റ് കിട്ടുകയാണ് എങ്കിൽ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. സിസ്റ്റത്തിന് നമുക്ക് ഹീറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഹീറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി. അപ്പോൾ നമുക്ക് എനർജി കിട്ടുകയാണെങ്കിൽ അത് പോസിറ്റീവാണ്. അപ്പോൾ ഹീറ്റ് സിസ്റ്റത്തിന് കിട്ടുകയാണെങ്കിൽ അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അത് പോസിറ്റീവാണ്. ഇനി ഹീറ്റ് പുറത്ത് വിടുകയാണ്, ഹീറ്റ് എന്ന് പറയുമ്പോൾ ഫോം ഓഫ് എനർജി, നമ്മൾ എനർജി പുറത്ത് വിടുകയാണ് അല്ലെങ്കിൽ എനർജി റിലീസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി നെഗറ്റീവ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക. ഇനി വർക്ക് ഡണ്ണിൻ്റെ കാര്യം നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു. ബൈ ദ സിസ്റ്റം ആണെങ്കിൽ എക്സ്പാൻഷൻ ബൈ ദ സിസ്റ്റം, അതായത് നമ്മൾ പൊക്കുന്ന കാര്യം പറഞ്ഞു അല്ലേ, നമ്മൾ പൊക്കുന്ന കാര്യം എക്സ്പാൻഡ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു, അത് ബൈ ദ സിസ്റ്റത്തിന് തന്നെ പ്രഷർ കൂടിയിട്ട് അങ്ങോട്ട് പൊക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതെന്താണ്, നെഗറ്റീവാണ്. ഓക്കെ, ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇനി കംപ്രഷൻ എന്ന് പറയുന്നത് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. നമ്മൾ കംപ്രസ് ചെയ്യുകയാണ് സിസ്റ്റത്തിനെ, നമ്മൾ വർക്ക് ചെയ്തിട്ട് ഓൺ ദ സിസ്റ്റത്തിൽ നമ്മൾ വർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കംപ്രസ് ചെയ്യാണ്. അതെന്താണ്, പോസിറ്റീവാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സൈൻ കൺവെൻഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ, ഇനി പി വി ഈക്വൽ ടു എൻ ആർ ടി എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. അതിൽ നമ്മൾ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് നമ്പർ ഓഫ് മോൾസ് കോൺസ്റ്റൻ്റ് ആണെന്ന് വിചാരിച്ചോ. ആറ് ഓൾറെഡി കോൺസ്റ്റൻ്റ് ആണ്, എൻ കോൺസ്റ്റൻ്റ് ആണ്, ടിയും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ പി വി എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. എൻ കോൺസ്റ്റൻ്റ്, ടി കോൺസ്റ്റൻ്റ്, ആറ് കോൺസ്റ്റൻ്റ്. അപ്പോൾ പി വി ഈക്വൽ ടു കോൺസ്റ്റൻ്റ്. അതായത് പി ഈസ് ഇൻവേഴ്സ്ലി ഈ വി ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ പി എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വി. അതിൻ്റെ ഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് പി വി ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു കണ്ടീഷനിൽ P1 V1 എന്നുള്ളതാണെങ്കിൽ അടുത്ത കണ്ടീഷനിലുള്ള P2 V2 ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ ഞാൻ ഒരു വർക്ക് ചെയ്യാണ്, അതിൻ്റെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് എടുത്തു. അപ്പോൾ ഇവിടെയുള്ള പ്രഷർ P1ഉം ഇവിടെ V1ഉം ആണ്, ഇവിടെയുള്ള പ്രഷർ P2ഉം V2 ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യാണ്. P1 V1 ആൻഡ് P2 V2 മൾട്ടിപ്ലൈ ചെയ്ത് കാണുകയാണ്. ഇവിടെ P1 V1 പിന്നെ P2 V2 മൾട്ടിപ്ലൈ ചെയ്ത് കാണുകയാണ്. ഇത് ഓൾവേസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ ഇത് ഓൾവേസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, P1 V1 ഈക്വൽ ടു P2 V2. ഇനി ഡി പി ഡിവൈഡ് ബൈ ഡി വി എന്ന് പറയുമ്പോൾ ഐസോതെർമലിൻ്റെ സ്ലോപ്പാണത് മൈനസ് പി ബൈ വി എന്നുള്ളതാണ് വരുന്നത്. അത് പി വി കർവിൻ്റെ സ്ലോപ്പാണ് ഐസോതെർമൽ പ്രോസസ്സിന് പി വി കർവിൻ്റെ സ്ലോപ്പ് മൈനസ് പി ബൈ വി എന്നുള്ളതാണ്. അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് നമ്മൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആവുന്ന കേസിൽ പറഞ്ഞു ഡെൽറ്റ ടി 0 ആണ്. അപ്പോൾ ഡെൽറ്റ യു ഓട്ടോമാറ്റിക്കലി 0 ആയിരിക്കും. U1 ഈക്വൽ ടു U2 എന്നുള്ളതായിരിക്കും ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ക്യൂ ഈസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു.
ഒരു ഹീറ്റ് എനർജി എത്രയാണോ കൊടുത്തത് കംപ്ലീറ്റ് വർക്ക് ഡൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തു, അല്ലെങ്കിൽ ഹീറ്റ് എത്രയാണോ റിലീസ് ചെയ്തത് അത്രയും വർക്ക് എന്ത് ചെയ്തു അങ്ങനെ നമ്മൾ പറയാൻ പറ്റും. പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി, പി വി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, പി വൺ വി വൺ ഈക്വൽ ടു പി ടു വി ടു. ആ ഇക്വേഷൻ പഠിച്ചു വെക്കാം. ഇനി നെക്സ്റ്റ് ഐസോകോറിക് പ്രോസസ്സ്. ഐസോകോറിക് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ വോളിയം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോസസ്സിനെയാണ് ഐസോകോറിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഐസോകോറിക് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ വോളിയം കോൺസ്റ്റൻറ്റ്, അതായത് ഡെൽറ്റ വി ഈക്വൽ ടു 0 ആണ്. ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് പി ഡെൽറ്റ വി. അതായത് നമുക്കറിയാം ഡെൽറ്റ വി ഈക്വൽ ടു 0 ആണെങ്കിൽ ഇത് 0 ആവും അല്ലേ. ഈ ഡെൽറ്റ വി എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. അപ്പോൾ പി ഇൻറ്റു 0 എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ വർക്ക് ഡൺ ടോട്ടൽ എന്താവും 0. അപ്പോൾ ഫസ്റ്റ് ലോ നമ്മൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ലോ ബേസ് ചെയ്തിട്ട് ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണ്. ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു കെമിസ്ട്രിയുടെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണ്. അപ്പോൾ വോളിയം കോൺസ്റ്റൻറ്റ് ഡെൽറ്റ വി ഈക്വൽ ടു 0 ആണ് ഐസോകോറിക് പ്രോസസ്സിൻ്റെ. ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണ്. അതിൽ ഡബ്ല്യു എന്താണ് 0 ആണ്. അപ്പോൾ നമുക്ക് കിട്ടും ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ ആണ് കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ. പക്ഷേ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ഡെൽറ്റ യു ആണ് 0, പക്ഷേ കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ ഡബ്ല്യു വർക്ക് ഡൺ ആണ് 0. ഓക്കെ, ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ. അപ്പോൾ നമ്മൾ ഈ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ എന്ന് പറയുന്നതിന് പകരം നമ്മൾ ക്യൂ വി എന്ന് പറയും. ക്യൂ വി എന്ന് പറയുന്നത് ഇനി ഇത് കൂടാതെ നമുക്ക് വേറെ ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഡെൽറ്റ എച്ച് ഈക്വൽ ടു ക്യൂ പി എന്ന് നമുക്ക് പഠിക്കേണ്ട. അത് കാരണമാണ് നമ്മളിവിടെ ക്യൂ വി എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്യൂ വി എന്ന് പറയുമ്പോൾ ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. ഇവിടെ ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയത്തിനെയാണ് നമ്മൾ ഡെൽറ്റ യു എന്ന് വിളിക്കുന്നത് കേട്ടോ. ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയത്തിനെ നമ്മൾ ഡെൽറ്റ യു എന്ന് വിളിക്കും. ഇനി ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ നമുക്ക് പിന്നീട് പഠിക്കാണ്ട്, അതിനെ നമ്മൾ ഡെൽറ്റ എച്ച് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇത് ഇൻറ്റേർണൽ എനർജി ചേഞ്ച്. ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറിനെ എൻതാൽപ്പി ചേഞ്ച് എന്നാണ് വിളിക്കുന്നത്. ഡെൽറ്റ എച്ച് എൻതാൽപ്പിയാണ്. അപ്പോൾ ഇതിനെ അതുകൊണ്ടാണ് നമ്മളിവിടെ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നത് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം എന്നുള്ളത്. അപ്പോൾ ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ വി ഇസ് ഈക്വൽ ടു നമുക്ക് ക്യൂ വിക്ക് പകരം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച ഇക്വേഷൻ ഉണ്ട്. നമ്പർ ഓഫ് മോൾസ് ആണെങ്കിൽ എൻ സി വി ഇൻറ്റു ഡെൽറ്റ ടി. സെൻസിബിൾ ഹീറ്റിൻ്റെ അവിടെ നമ്മൾ മോളാർ ഹീറ്റ് കപ്പാസിറ്റി അവിടെ പഠിക്കുന്ന സമയത്ത് എൻ സി വി ഡെൽറ്റ ടി. സി വി എന്ന് പറയുന്നത് മോളാർ ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇക്വേഷൻ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ക്യൂ പി ഇസ് ഈക്വൽ ടു എൻ സി പി ഡെൽറ്റ ടി. ഈ സി പി എന്ന് പറയുന്നത് എന്താണെന്നറിയോ, മോളാർ ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. ഓക്കെ, കോൺസ്റ്റൻറ്റ് പ്രഷറാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മളൊന്ന് എടുത്ത് പറയുന്നത് ക്യൂ വി എന്നുള്ളത് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ വി. നമ്മളോട് ചോദിക്കുകയാണ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പി ആണോ? അല്ല, ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ വി ആണ്. ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയമാണ് ഡെൽറ്റ യു എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഡെൽറ്റ യു കാണാനാണ് നമ്മൾ ഐസോകോറിക് പ്രോസസ്സിൽ എപ്പോഴെങ്കിലും നമ്മളോട് ഡെൽറ്റ യു കാണാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് എൻ സി വി ഡെൽറ്റ ടി ഒക്കെ തന്നിട്ടുണ്ടെന്ന് വിചാരിച്ചോ നമ്മൾ ഒരിക്കലും ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കരുത്. അപ്പോൾ നമ്മൾ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എൻ സി വി ഡെൽറ്റ ടി എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി പി വി ഈക്വൽ ടു മറ്റേത് പറഞ്ഞ പോലെ തന്നെ പി വി ഈക്വൽ ടു എൻ ആർ ടി ആണ്. ഇവിടെ നമുക്ക് വോളിയം കോൺസ്റ്റൻ്റ് ആണ്, എന്നും കോൺസ്റ്റൻ്റ് ആണ്. ആറും എന്നും കോൺസ്റ്റൻ്റ് ആണ് അല്ലേ, ആറും എന്നും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ പി ഈസ് പ്രപ്പോർഷണൽ ടു ടി ആണ്. അപ്പോൾ ഈ വിയും കട്ട് ചെയ്ത് പോകും, എന്നും ആറും കട്ട് ചെയ്ത് പോകും. അപ്പോൾ പി ഈസ് പ്രപ്പോർഷണൽ ടു ടി എന്നുള്ളതാണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ പി ബൈ ടി ഈ സൈഡിലേക്ക് വരുമ്പോൾ പി ബൈ ടി ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അപ്പോൾ പി വൺ ഡിവൈഡ് ബൈ ടി വൺ ഈക്വൽ ടു പി ടു ഡിവൈഡ് ബൈ ടി ടു എന്നുള്ളതാണ് ആൻസർ കിട്ടുക. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരക്കുന്ന സമയത്ത് ഇങ്ങനെ ലീനിയർ പ്രൊപ്പോർഷണാലിറ്റി കർവാണ് നമുക്ക് കിട്ടുന്നത്, പി ഈസ് പ്രൊപ്പോർഷണൽ ടു ടി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഐസോകോറിക് പ്രോസസ്സിൽ. വോളിയം കോൺസ്റ്റൻ്റ് ആണ്, ഡെൽറ്റ വി 0 ആണ്. അപ്പോൾ നമുക്ക് വർക്ക് ഡൺ വിൽ ബി 0 അറ്റ് ഐസോകോറിക് പ്രോസസ്. ഫോർ ഐസോകോറിക് പ്രോസസ് വർക്ക് ഡൺ വിൽ ബി 0 എന്ന് നമ്മൾ പഠിച്ചു വെക്കണം. ഇനി ഐസോതെർമൽ പ്രോസസ്സിലാണെങ്കിൽ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി വിൽ ബി 0. ഇനീഷ്യൽ ഇൻറ്റേർണൽ എനർജിയും ഫൈനൽ ഇൻറ്റേർണൽ എനർജിയും സെയിം ആയിരിക്കും. ഐസോകോറിക് പ്രോസസ് ആണെങ്കിൽ വർക്ക് ഡൺ വിൽ ബി 0. ഇനി ഫസ്റ്റ് ലോ നമുക്കറിയാം, ഫസ്റ്റ് ലോ വരുന്നത് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം, അതായത് വിച്ച് ഈസ് ഈക്വൽ ടു എൻ സി വി ഡെൽറ്റ ടി. ഇനി പിന്നെ നമുക്ക് പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി എന്നുള്ള ഇക്വേഷൻ എന്നത് പി ഈസ് പ്രപ്പോർഷണൽ ടു ടി, പ്രഷർ ഈസ് പ്രപ്പോർഷണൽ ടു ടി, ദാറ്റ് ഈസ് പ്രഷർ ഡിവൈഡഡ് ബൈ ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം ടെമ്പറേച്ചർ നമ്മൾ എടുക്കേണ്ടത് കെൽവിനിലാണ്. ഓക്കെ, ടെമ്പറേച്ചർ കെൽവിനിലാണ് എടുക്കേണ്ടത്. ഇനി ഫ്രീ എക്സ്പാൻഷൻ ഒരു വാക്വത്തിൻ്റെ കേസ് പറയുന്നുണ്ട്. വാക്വം അവിടെ ഒന്നും പ്രഷർ ഉണ്ടാവില്ല. വാക്വത്തിലോ ഫ്രീ എക്സ്പാൻഷൻ എന്നോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നു കഴിഞ്ഞാൽ അവിടെ പി എക്സ്റ്റേണൽ ഈക്വൽ ടു 0 ആണ്. പ്രഷർ അവിടുത്തെ 0 ആണ്.
ആണ്. അപ്പോൾ W എന്തായിരിക്കും? 0 ആയിരിക്കും. പി എക്സ്റ്റേണൽ 0 ഇൻറ്റു ഡെൽറ്റ വി എന്ന് പറയുമ്പോൾ 0 ആയിരിക്കും. 0 ഇൻറ്റു ഡെൽറ്റ വി ഈക്വൽ ടു 0 അല്ലേ? അപ്പോൾ വർക്ക് ഡൺ വിൽ ബി 0. അപ്പോൾ ഫസ്റ്റ് ലോയിൽ നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് W അറ്റ് ഫ്രീ എക്സ്പാൻഷൻ ഓർ വാക്വം ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ എന്നുള്ളതാണ്. വർക്ക് ഡൺ 0 ആണെങ്കിൽ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ പഠിക്കുക. ഇനി ബാലൻസ് നമുക്കുണ്ട്, ഐസോബാറിക് പ്രോസസ്സ് ഉണ്ട്, പിന്നെ നമുക്ക് സൈക്ലിക് പ്രോസസ്സ് പഠിക്കാനുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് പ്രോസസ്സും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് ചേഞ്ച് ഡസ് the system have delta u is equal to minus q. ഓക്കെ, ഡെൽറ്റ യു ഈക്വൽ ടു മൈനസ് ക്യൂ ആവുന്ന സമയത്ത് ഏത് ടൈപ്പ് ഓഫ് ചേഞ്ച് ആണ് സിസ്റ്റത്തിനുള്ളത് എന്നുള്ളതാണ്. വാട്ട് ഈസ് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആൻഡ് ഹീറ്റ് ഈസ് ടേക്കൺ വാട്ട് ടൈപ്പ് ഓഫ് ചേഞ്ച് ഡസ് ദ സിസ്റ്റം ഹാവ്. നമുക്കറിയാം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഡെൽറ്റ യു ഈക്വൽ ടു വർക്ക് ഡൺ പ്ലസ് ക്യൂ എന്നുള്ളതാണ്. ക്യൂ പ്ലസ് W എന്നുള്ളതാണ് ഇക്വേഷൻ. ഇതിൽ വർക്ക് ഡൺ വിൽ ബി 0 ആണ് അല്ലേ? അതുകൊണ്ടാണ് ഡെൽറ്റ യു ഈക്വൽ ടു മൈനസ് ക്യൂ. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ എന്നല്ല തന്നിട്ടുള്ളത്, മൈനസ് ക്യൂ എന്നാണ്. മൈനസ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് സൈൻ ഫോർ ഹീറ്റ് റിലീസ്ഡ് ബൈ ദ സിസ്റ്റം. ഹീറ്റ് സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം ആൻഡ് ഹീറ്റ് ഈസ് ടേക്കൺ ഔട്ട് ഫ്രം ദ സിസ്റ്റം. വർക്ക് ഡൺ 0 ആണ് അല്ലേ? വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം ആൻഡ് ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ഫ്രം ദ സറൗണ്ടിങ്. അത് തെറ്റാണ്, വർക്ക് ഡൺ ചെയ്തിട്ടില്ല. നോ വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം, അത് ശരിയാണ്. ആൻഡ് ഹീറ്റ് ഈസ് ടേക്കൺ ഔട്ട് ഫ്രം ദ സിസ്റ്റം. ഹീറ്റ് ടേക്കൺ ഔട്ട് ആണെങ്കിൽ ക്യൂ ഈക്വൽ ടു പോസിറ്റീവ് ആണ് വരിക. അപ്പോൾ അതല്ല വരിക. നോ വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം, അതായത് വർക്ക് ഡൺ 0 ആണ്. ഹീറ്റ് ഈസ് അബ്സോർബ്ഡ്, സോറി ഇതാണ് തേർഡ് വൺ ആണ് ആൻസർ വരുന്നത്. നോ വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം ആൻഡ് ഹീറ്റ് ഈസ് ടേക്കൺ ഔട്ട് ഫ്രം ദ സിസ്റ്റം. അതാണ് ഹീറ്റ് ഈസ്, അതായത് സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ് ഹീറ്റ് അല്ലേ? സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് ഹീറ്റ് ഈസ് ടേക്കൺ ഔട്ട് ഫ്രം ദ സിസ്റ്റം. അതായത് സിസ്റ്റം ഹീറ്റ് റിലീസ് ചെയ്യാണ്. നമുക്കറിയാം ഇതാണ് ശരിക്കുള്ള ഇക്വേഷൻ. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് W എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു മൈനസ് ക്യൂ എന്നുള്ളതാണ് തന്നിട്ടുള്ള ഇക്വേഷൻ അല്ലേ? അപ്പോൾ W ഇവിടെ 0 ആണെന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ W 0 ആണെന്ന് പറഞ്ഞാൽ നോ വർക്ക് ഈസ് ഡൺ. പിന്നെ ഇവിടെ മൈനസ് സൈൻ തന്നിട്ടുണ്ട്. നെഗറ്റീവ് സൈൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സിസ്റ്റം ഹീറ്റ് പുറത്ത് വിട്ടു എന്നുള്ളതാണ്. അത് തേർഡ് ഓപ്ഷൻ, ഹീറ്റ് ഈസ് ടേക്കൺ ഔട്ട് ഫ്രം ദ സിസ്റ്റം. സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് പുറത്തെടുത്തു. ഇനി നെക്സ്റ്റ് ഒരു 8th ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ഐസോതെർമൽ എക്സ്പാൻഷൻ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഇൻ വാക്വം, അതായത് ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ ഐസോതെർമൽ എക്സ്പാൻഷനാണ്. അതായത് ടെമ്പറേച്ചർ ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. അതായത് ഡെൽറ്റ ടി ഈക്വൽ ടു 0 ആണ്. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? എക്സ്പാൻഷൻ ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് ഇൻ വാക്വം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പി എക്സ്റ്റേണൽ ഈക്വൽ ടു എന്താണ്? 0 ആണ്. നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്. ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ ഡെൽറ്റ ടി 0 ആണെങ്കിൽ എന്ത് 0 ആയിരിക്കും? ഡെൽറ്റ യു 0 ആയിരിക്കും. അപ്പോൾ എ ഓപ്ഷൻ കറക്റ്റാണ്. ഇനി രണ്ടാമത് പറഞ്ഞിട്ടുണ്ട് പി എക്സ്റ്റേണൽ 0 ആണ്. പി എക്സ്റ്റേണൽ 0 എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു വർക്ക് ഡൺ വിൽ ബി 0 അല്ലേ? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു W ഈസ് ഈക്വൽ ടു മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി എന്നുള്ളതാണ്. അപ്പോൾ പി എക്സ്റ്റേണൽ 0 ആണെങ്കിൽ വർക്ക് ഡൺ വിൽ ബി 0 അല്ലേ? അപ്പോൾ പി എക്സ്റ്റേണൽ വിൽ ബി 0. അപ്പോൾ നമുക്ക് കിട്ടി വർക്ക് ഡണ്ണും 0 ആണ്, ഡെൽറ്റ യുവും 0 ആണെന്ന് കിട്ടി. അപ്പോൾ ഇതും 0 ആണ്, ഇതും 0 ആണ്. ഇനി ബി ഓപ്ഷൻ ക്യൂ ഈക്വൽ ടു 0. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം നമുക്കറിയാം ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് W ആണ്. നമുക്കിതൊന്ന് കിട്ടി ഡെൽറ്റ യു 0 ആണ്, Wയും 0 ആണ്. അപ്പോൾ ക്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ക്യൂ ഈക്വൽ ടു 0. അപ്പോൾ ഓൾ ഓഫ് ദീസ് വിൽ ബി ആൻസർ. ഓക്കെ, ഓൾ ഓഫ് ദീസ് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഇനി നെക്സ്റ്റ് ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം കേട്ടോളൂ. ഞാൻ ഒരു വെൽ സ്റ്റോപ്പേഡ് തെർമോസ് ഫ്ലാസ്ക് എടുക്കുകയാണ്. അതിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഉണ്ട്. ഓക്കെ, വെൽ സ്റ്റോപ്പേഡ് തെർമോസ് ഫ്ലാസ്ക് കണ്ടെയ്ൻ സം ഐസ് ക്യൂബ്സ് അല്ലേ? ഐസ് ക്യൂബ്സ് ഉണ്ട്. അപ്പോൾ അത് ഏത് സിസ്റ്റം ആയിരിക്കും? ഒരു വെൽ
ഇത് തെർമോസ് ഫ്ലാസ്ക് ആണെങ്കിൽ തന്നെ നമുക്കറിയാം അതിൽ ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ ഐസ് ക്യൂബ് മെൽറ്റ് ചെയ്യാതെ അങ്ങനെ തന്നെ ഇരിക്കും അല്ലേ. അതായത് എനർജി എക്സ്ചേഞ്ചും ഇല്ല. തെർമോസ് ഫ്ലാസ്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഐസൊലേറ്റഡ് സിസ്റ്റം. അതൊരു ഐസൊലേറ്റഡ് സിസ്റ്റം ആയിരിക്കും. അവിടെ എനർജി എക്സ്ചേഞ്ചും ഇല്ല, മാറ്റർ എക്സ്ചേഞ്ചും ഇല്ല. അപ്പോൾ അത് എന്തിന് എക്സാമ്പിളാണ്? ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വരുന്നതാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ടാണ്. സ്റ്റേറ്റ് ഫംഗ്ഷൻ എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതൊക്കെയാണ് തന്നിട്ടുള്ളത്. വിസ്കോസിറ്റി തന്നിട്ടുണ്ട്. സോറി ഇതിലേതാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി വിസ്കോസിറ്റി ഉണ്ട്, വോളിയം, പിന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, പിന്നെ ടെമ്പറേച്ചർ. ഇതിലേതാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ടെമ്പറേച്ചറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ടെമ്പറേച്ചർ അല്ല എന്ന് പറഞ്ഞ കാരണം വോളിയം കുറച്ച് കൂടിക്കഴിഞ്ഞാലും ടെമ്പറേച്ചർ ഇതാക്കൊന്നുമില്ല. പിന്നെ വിസ്കോസിറ്റി, നമ്മൾ തേൻ ഒഴിക്കുന്ന കാര്യം പറഞ്ഞു. തേന് കുറച്ച് കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ വിസ്കോസിറ്റി അതുപോലെ തന്നെ നിൽക്കും. പക്ഷേ വോളിയം, ഞാൻ 50 ml വാട്ടർ എടുക്കുകയാണ്, അതിന് കുറച്ച് വോളിയം ഉണ്ടാവും. അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 50 ml ആണ്. ഇനി ഞാൻ 100 ml വാട്ടർ എടുക്കുകയാണ്, അതിൻ്റെ വോളിയം 100 ml. അപ്പോൾ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് വോളിയം ചേഞ്ച് ചെയ്യും. അപ്പോൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വോളിയമാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സും എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി അല്ല. ഓക്കെ, അപ്പോൾ വോളിയം ഈസ് ദ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി എക്സാമ്പിൾ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇൻറ്റേർണൽ എനർജിയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ പറയാം. ഗ്രാവിറ്റേഷണൽ പുള്ളാണ് ഫസ്റ്റ്. ഇൻറ്റേർണലിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതാണ് കേട്ടോ. പിന്നെ റൊട്ടേഷണൽ എനർജി ഉണ്ട്, പിന്നെ വൈബ്രേഷണൽ എനർജി ഉണ്ട്, പിന്നെ ന്യൂക്ലിയർ എനർജി. ഓക്കെ, ഇത് ഗ്രാവിറ്റേഷണൽ പുൾ, റൊട്ടേഷണൽ എനർജി, വൈബ്രേഷണൽ എനർജി, ന്യൂക്ലിയർ പുൾ. ഗ്രാവിറ്റേഷണൽ പുൾ ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻറ്റേർണൽ എനർജി. പക്ഷേ ഈ റൊട്ടേഷണൽ എനർജി, വൈബ്രേഷണൽ എനർജി, ന്യൂക്ലിയർ എനർജി എന്നൊക്കെ പറയുന്നത്, ന്യൂക്ലിയർ എനർജി, വൈബ്രേഷണൽ എനർജി, റൊട്ടേഷണൽ എനർജി ഒക്കെ കൂടിയിട്ടുള്ളതാണ് ഇൻറ്റേർണൽ എനർജി. ബട്ട് ഗ്രാവിറ്റേഷണൽ പുൾ എന്ന് പറയുന്നത് എന്തല്ല, ഇൻറ്റേർണൽ എനർജിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ ഇനി നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു. അത് എ ഗ്യാസ് എക്സ്പാൻസ് അറ്റ് എ കോൺസ്റ്റൻറ്റ് എക്സ്റ്റേർണൽ പ്രഷർ അല്ലേ. നമുക്ക് ഈ ലാസ്റ്റ് പഠിച്ച ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് 2 atm എക്സ്റ്റേർണൽ പ്രഷർ. അപ്പോൾ നമുക്ക് പി എക്സ്റ്റേർണൽ എത്രയാണെന്ന് എഴുതാം. പി എക്സ്റ്റേർണൽ ഈക്വൽ ടു 2 atm. ഇനി ഇൻക്രീസിങ് ഇറ്റ്സ് വോളിയം ബൈ 3.4 ലിറ്റർ സൈമിൾട്ടേനിയസ്ലി. അപ്പോൾ ഡെൽറ്റ വി എത്രയാണ് തന്നിട്ടുണ്ട്? 3.4 ലിറ്റർ ആണ് തന്നിട്ടുണ്ട്. ദ സിസ്റ്റം അബ്സോർബ്സ് 400 ജൂൾ ഓഫ് ഹീറ്റ്. അതായത് അബ്സോർബയാണ്, അത് നമ്മൾ നോക്കണം. അബ്സോർബയാണ്. അപ്പോൾ ക്യൂ ഈസ് ഈക്വൽ ടു +400 ജൂൾ ഫ്രം ദ സറൗണ്ടിങ്. വാട്ട് ഈസ് ഡെൽറ്റ യു ഇൻ ജൂൾ? അപ്പോൾ നമുക്ക് ഡെൽറ്റ യു ആണ് നമുക്കിതിൽ നിന്ന് കാണേണ്ടത്. എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പി എക്സ്റ്റേർണലും ഡെൽറ്റ വിയും തന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പറ്റും. വർക്ക് ഡൺ വിൽ ബി W ഈസ് ഈക്വൽ ടു -P എക്സ്റ്റേർണൽ ഇൻറ്റു ഡെൽറ്റ വി. പി എക്സ്റ്റേർണൽ എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്? 2 atm. 2 ഇൻറ്റു വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 3.4 ലിറ്റർ. സോറി ഇവിടെ നമുക്ക് -P എക്സ്റ്റേർണൽ ഇൻറ്റു ഡെൽറ്റ വി അല്ലേ. അപ്പോൾ നമുക്ക് അതിനെ എഴുതാം, നെഗറ്റീവ് മൈനസ് എഴുതാം, പിന്നെ 2 atm ഇൻറ്റു 3.4 ലിറ്റർ. ഓക്കെ, അപ്പോൾ നമുക്കിത് ലിറ്റർ ATM-ലാണ് കിട്ടുന്നത്. കേട്ടോ. അപ്പോൾ 2 ഇൻറ്റു 3.4 ലിറ്റർ എന്ന് പറയുന്ന സമയത്ത് ലിറ്റർ ATM-ലാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 2 ഇൻറ്റു 3.4 ഇൻറ്റു 1 ലിറ്റർ ATM ഈസ് ഈക്വൽ ടു നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 101 ജൂൾ എന്നെടുത്താൽ മതി. 1 ലിറ്റർ ATM-നെ 101 ജൂൾ. അപ്പോൾ ലിറ്റർ ATM-നെ മാറ്റിയിട്ട് 101 ജൂൾ എന്നെടുക്കാം. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അത് 689 എന്നൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതിനെ നമ്മൾ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു Q + W എന്നുള്ളതിനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നെഗറ്റീവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വിച്ച് ഈസ് ഈക്വൽ ടു Q എത്രയാണ്? +400 ജൂൾ മൈനസ് W.
പ്ലസ് മൈനസ് ഡബ്ല്യു, മൈനസ് എന്ന് പറയുമ്പോൾ 680 മൈനസ് 689.01. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് -289.01 ജൂൾ എന്നുള്ളതാണ് കിട്ടുന്നത്. സൈനൊക്കെ അതുപോലെ ഇടണം. ഡബ്ല്യുവിൻ്റെ നെഗറ്റീവ് ആയിരുന്നു, ക്യൂവിൻ്റെ പോസിറ്റീവാണ്. ഓക്കെ, സൈനൊക്കെ അതുപോലെ ഇട്ടിട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് നമുക്കിതിൻ്റെ ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഇവിടേക്ക് നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ചാപ്റ്റർ ഈസ് പ്രിറ്റി ഈസി. ഓക്കെ, സോ കൂടുതൽ എക്സാമ്പിൾസ് എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ part 1 topic of the thermodynamics. So if you like this video, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. ഓക്കെ, സോ ഓക്കെ, താങ്ക് യു.